അല്പം ഈ നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. വോളിയം ചെറിയ പ്രോബ്ലം കാണിക്കുന്നുണ്ട്. എനിവേ നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു വന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ കേൾക്കാമല്ലോ പാസ്റ്റർ എനിക്ക് അല്ലേ പാസ്റ്റർ? താങ്ക് യു വെരി മച്ച്. കടന്നു വന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. സോ പാസ്റ്റർ വെൽസ് മാത്യു ആണത് ലീഡ് ചെയ്യുന്നത്. അദ്ദേഹം പ്രാർത്ഥിച്ച് ആരംഭിച്ചു. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ സാങ്കി പീറ്ററും അദ്ദേഹത്തിൻ്റെ അമ്മയുണ്ട്, നിർമ്മല പീറ്ററും ഉണ്ട്. രണ്ടുപേരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വർഷിപ്പ് ലീഡ് ചെയ്യാൻ കർത്താവ് സഹായിച്ചല്ലോ. നമുക്കറിയാം പാസ്റ്റർ സാങ്കിയുടെ ഫാദർ പാസ്റ്റർ പീറ്റർ, അദ്ദേഹം ഒരുപാട് സോങ്ങുകളും അതുപോലെ വർഷിപ്പുകൾ സോങ്ങുകളൊക്കെ എഴുതുന്ന ആളായിരുന്നു, പാടുന്ന ആളായിരുന്നു. എനിക്കൊന്ന് യൂട്യൂബിലൊക്കെ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. അത് അനുഗ്രഹമാണ്. കർത്താവിൻ്റെ ദാസനെ അമ്മയെ കാണാൻ സാധിച്ചവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളെ സമൃദ്ധിയായിട്ട് ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ബിജി പാസ്റ്ററോട് സംസാരിച്ചത് പാസ്റ്റർ ബിജിയുടെ പാസ്റ്ററിൻ്റെ മീറ്റിങ്ങിൽ കൂടുതൽ ദൈവമക്കളൊക്കെ അതിൻ്റെ അകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം ഡ്യൂട്ടിയിലാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ഓർമ്മ കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും പേര് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അല്പസമയം പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവദിനത്തോടെ ചിന്തിച്ചിട്ട് അവസാനം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഗൈഡൻസ് തരുന്നത് പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ചില ഡെലിവറൻസ് കർത്താവ് ചെയ്യട്ടെ. ഇത് ദൈവം പറഞ്ഞിട്ട് തുടങ്ങിയ ഒരു മിനിസ്ട്രിയാണ്. എനിക്കിതിനകത്ത് ഒട്ടും താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞിങ്ങനെ ഒരു മിനിസ്ട്രി മാസത്തിലൊന്ന് ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ സാധാരണ റെക്കോർഡിംഗ് മീറ്റിംഗ് ആയിട്ട് ആഴ്ച ഒരു മീറ്റിംഗ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് എല്ലായിടത്തും അയക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എവിടെയെങ്കിലും ഡയറക്റ്റ് പോയിട്ട് മീറ്റിങ്ങുകളാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു ഡെലിവറൻസ് മീറ്റിംഗ് മാസത്തിൽ നടത്തുവാൻ ഒരു ഗൈഡൻസ് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് മാസത്തിൽ ഒരു ബൈബിൾ സ്റ്റഡി വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനല്ല ഈ ക്ലാസ് എടുക്കുന്നത്. ലോകത്തിൽ ദൈവം ഉപയോഗിക്കുന്ന ദൈവദാസന്മാരെയും മിഷണറിമാരെയൊക്കെയാണ് ഇതിനകത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേക ദൈവമക്കൾ പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന സമയത്ത് ഓർപ്പിക്കുന്നു. നമുക്കൊരു ചർച്ചുണ്ട്. ചർച്ച് ഇവിടെ ഗാർലൻഡിലാണ് അതിന് മീറ്റിംഗ് നടക്കുന്നത്. ഞായറാഴ്ച ഈവനിങ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ താമസിക്കുന്നത് ലൂസ്വിൽ, ടെക്സസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുപോലെ നമ്മുടെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ പല സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് വചന ശുശ്രൂഷയ്ക്ക് മുന്നായിട്ട് നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന സ്ഥാനത്ത് ഇഫ് യു ക്യാൻ വീഡിയോ ഓപ്പൺ ചെയ്യാമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് വീഡിയോ ഓപ്പൺ ചെയ്യാമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. ഓഡിയോ മാത്രം ക്ലോസ് ചെയ്താലോ, ഓഡിയോ മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഓപ്പൺ ചെയ്താൽ നമുക്കെല്ലാവരും ഇത് കാണാൻ പറ്റും. ഹല്ലേലൂയ. അല്ലെങ്കിൽ പേര് മാത്രമേ കാണുന്നുള്ളൂ, അതുകൊണ്ടത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ താങ്ക് യു ജീസസ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഓ താങ്ക് യു വണ്ടർഫുൾ ഗോഡ്. എല്ലാവരായ സ്ഥാനത്ത് ഒരു പക്ഷേ എനിക്കറിയുന്ന വൈകുന്നേരമാണ്, ഇന്ത്യയിൽ വൈകുന്നേരമാണ്, ഇവിടെ രാവിലെയാണ്, ചൊവ്വാഴ്ച രാവിലെയാണ്. നിങ്ങളായ സ്ഥാനത്ത് പരിശുദ്ധാത്മാവിനെ ഒന്ന് ക്ഷണിച്ചാലും വെൽക്കം ഹോളി സ്പിരിറ്റ്. നിങ്ങൾ നമ്മുടെ വായു കൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനോട് പറ. എനിക്കറിയാം നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. യേശുവിനെ അക്സെപ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മ വന്നു. എന്നാലും നമ്മുടെ വായു കൊണ്ട് നമ്മുടെ പരിശുദ്ധാത്മാവിനെ വിളിക്കണം. നമ്മുടെ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ, നമ്മുടെ ഒരു വീട്ടിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഓരോ കാര്യത്തിനും പരിശുദ്ധാത്മാവിനെ വിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് ഇടപെടുവാനിടയും. അപ്പം നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ക്ഷണിച്ചാലോ. വെൽക്കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ഈ മീറ്റിങ്ങിനായി കടന്നു വരണമേ. പരിശുദ്ധാത്മാവ് എൻ്റെ മുറിയിൽ കടന്നു വരണമേ. നിങ്ങൾ ബെഡ്റൂമിലാണെങ്കിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ബെഡ്റൂമിൽ വരണം. കിച്ചണാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ കിച്ചണിൽ വരണം. നിങ്ങളുടെ വായോട് തന്നെ പറഞ്ഞാലും ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹോളി ഗോസ്റ്റ്, യു വെൽക്കം ഹോളി ഗോസ്റ്റ്, യു വെൽക്കം ഹോളി ഗോസ്റ്റ്, യു വെൽക്കം ഹോളി ഗോസ്റ്റ്, യു വെൽക്കം ഹോളി ഗോസ്റ്റ്. അങ്ങയുടെ പ്രസൻസിനായും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹോളി സ്പിരിറ്റിൻ്റെ ലീഡിങ്സിനായി പ്രാർത്ഥിക്കുന്നു. യെസ് ലീഡിങ്ങിനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യെസ് താങ്ക് യു ഹോളി സ്പിരിറ്റ്. എനിക്ക് ദൈവാത്മാവിൻ്റെ സാന്നിധ്യം ഇവിടെ വെളിപ്പെടുന്നുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ എത്തിയിട്ടുണ്ട്. താങ്ക് യു ജീസസ്. ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും വേണമെന്നില്ല. ഭയങ്കര സന്തോഷം എൻ്റെ അതിരിക്കുന്നത്. ഞാൻ ലോകത്തിലെ എല്ലാവിധ 8-9 ബ്രാൻഡ് ടൈപ്പ് കാറുകൾ ഞാൻ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഓടിക്കുന്നതിനേക്കാളും വലിയ സുഖമാണ്. അതുപോലെ 5 സ്റ്റാർ ഹോട്ടലുകളിൽ, 3 സ്റ്റാർ ഹോട്ടൽ, പല ഹോട്ടലുകളിൽ താമസിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ പല രാജ്യങ്ങളിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ വലിയ സന്തോഷമാണ് നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവം ഇറങ്ങി വരുമ്പോൾ, ദൈവത്തിൻ്റെ പ്രസൻസ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ദൈവം നമ്മളെ തൊടുമ്പോൾ, ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷമാണ്. ഈ ലോകത്ത് കാണാവുന്നതിൽ ഏറ്റവും വലിയ സന്തോഷമാണത്. ഹല്ലേലൂയ.
ഫസ്റ്റ് കർത്താവ് വന്നപ്പം തന്നെ ചില ഹീലിങ്സ് ചെയ്തുകൊണ്ടിരിക്കുക. ചിലരുടെ ഹാർട്ട്, ഈ ഹാർട്ട് ഡിസീസ് അല്ല ഞാൻ പറയുന്നത്, ചിലർക്ക് ഉള്ളിൽ പെയിനുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പെയിനൊക്കെ കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുക യേശുവിൻ്റെ നാമത്തിൽ. ഈ ഹാർട്ട് ഡിസീസ് ആണെന്ന് എനിക്കറിയത്തില്ല, ജസ്റ്റ് നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ചു, ഒരു പെയിൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക യേശുവിൻ്റെ നാമം. ഞാനത് മിനിസ്റ്റർ ചെയ്യാണ്ട് ഇപ്പം മിനിസ്റ്ററിൽ കുറച്ച് വചനം പറഞ്ഞിട്ട് മിനിസ്റ്റർ ചെയ്യാൻ ആഗ്രഹം, പക്ഷേ കർത്താവ് വന്നപ്പം തന്നെ ഒരു ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഹീലാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന മാറിപ്പോട്ടെ. ഹല്ലേലൂയ. അപ്പോൾ എല്ലാവരും ആയ സ്ഥാനത്ത് പരിശുദ്ധാത്മാവിനെ വിളിച്ചാലും ഇന്ന് എന്തൊക്കെയോ ദൈവം ചെയ്യാൻ പോകും കേട്ടോ. എസ്പെഷ്യലി ഹീലിങ്സ് നടക്കും, ഡെലിവറൻസ് നടക്കും. കർത്താവിനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചില കാലുകളൊക്കെ കർത്താവ് കാലിന് അസ്വസ്ഥമുള്ളവരെയൊക്കെ സൗഖ്യമാക്കാൻ പോവുകയാണ്. ബോഡിയിൽ പ്രശ്നമുള്ളവരെയൊക്കെ കർത്താവ് സൗഖ്യമാക്കും. ചില ഡെലിവറൻസ് കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയോടിരിക്കുക. നിങ്ങൾക്കൊരു ഡെലിവറൻസ് വേണം, നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവ് ഇതിനെ തൊടണം, എന്നെ പിടിപ്പിക്കണം. ഹല്ലേലൂയ. ദൈവം ചെയ്യും, ദൈവം അത് ചെയ്യും. ഒരുമിച്ച് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചാലും ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ വിളിച്ചാലും താങ്ക് യു. ഹൗ ഗോഡ് ഇമ്പോർട്ട്സ് ഹിസ് പവർ. ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് നമ്മൾ വായിക്കും കാണാം, അനോയിൻറ്റിങ് ഫിസിക്കൽ ആക്റ്റ് ആയിരുന്നു. അനോയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആക്ട്, അതായത് വാസ് പവർഡ് ഓവർ ദ കിങ്സ്. രാജാക്കന്മാരിൽ ഒരു ഫിസിക്കൽ ആക്ട് ചെയ്യുന്നു, പ്രവാചകന്മാരിൽ ഒരു ഫിസിക്കലായിട്ട് ആക്ട് ചെയ്യുന്നു, അവരുടെ മേൽ അനോയിൻറ്റിങ് ഒഴിക്കുന്നു. പ്രീസ്റ്റിൽ മേൽ എന്താണ് അവർ അനോയിൻറ്റിങ് ഒഴിക്കുകയായിരുന്നു. പ്രത്യേകമായ ഡിവൈൻ സർവീസിന് വേണ്ടിയാണ് കർത്താവ് അവർക്ക് അനോയിൻറ്റിങ് കൊണ്ടുവന്നിരുന്നത്. ഹല്ലേലൂയ. പുതിയ നിയമത്തിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ന്യൂ ടെസ്റ്റ്മെന്റ് നമ്മൾ വായിക്കും കാണാൻ പറ്റും. അനോയിൻറ്റിങ് വ്യത്യസ്തമായ രീതിയിലാണ് ദൈവം നമ്മളെ അനോയിൻറ്റിങ് നടത്തുന്നത്. നമ്മളിൽ വരുന്നത് ഉള്ളിൽ അനോയിൻറ്റിങ് വരുന്നത്, അനോയിൻറ്റിങ് ഇൻറ്റേർണൽ വൺ. സോ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുമുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ മുകളിലും വരും. അപ്പോണസ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു, ഓൾറെഡി രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ ഉള്ളിൽ വന്നു. യേശു പറഞ്ഞ ജീവജലനദികളെല്ലാം ഒഴുകും. വിശ്വസിക്കുന്ന അവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലനദികൾ ഒഴുകും. ഒറ്റ നദിയല്ല, നമ്മുടെ ഉള്ളിലുള്ള അനേക ജീവജല നദികൾ ഉള്ളിലുണ്ട്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക്സ് ഫോർ ടച്ച്. പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു അനോയിൻറ്റിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നല്ല അനോയിൻറ്റിങ് ഉണ്ട്. ആ ദൈവസാന്നിധ്യത്തിനായ സ്തോത്രം. കർത്താവിൻ്റെ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുക. സോ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തിരുവെഴുത്ത് പറഞ്ഞ് ജീവജല നദികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നുണ്ട്, അപ്പോൾ പരിശുദ്ധാത്മാ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ സാക്ഷ്യമായി തീരുവാൻ. അപ്പോൾ നമ്മളിൽ മേൽ വരണം. അപ്പോൾ പുതിയ നിയമത്തിൽ 2 പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്നതാണ്. ഒന്ന് നമ്മുടെ ഉള്ളിലുണ്ട്, 2 നമ്മളിൽ മേൽ വരും. അപ്പോൾ അനോയിൻറ്റിങ് ടുഡേ ബിലീവേഴ്സ് ത്രൂ ദ ഇൻഡ്വെല്ലിംഗ് പ്രസൻസ് ഓഫ് ഗാഡ്. സോ സ്പിരിറ്റ് എവരി ബിലീവേഴ്സ് ഈസ് equipped with the walk in divine purpose. അപ്പോൾ നമുക്ക് ദൈവം തരുന്ന അനോയിൻറ്റിങ്ങിന് ഒരു ഡിവൈൻ പർപ്പസ് ഉണ്ടാവും. ആ ഡിവൈൻ പർപ്പസ് ഇല്ലാതെ ദൈവം നമുക്ക് ഒരിക്കലും അനോയിൻറ്റിങ് തരത്തില്ല. നമ്മളെ വിളിച്ചിരിക്കുന്നതിനുള്ള അനോയിൻറ്റിങ്ങിന് ഉദ്ദേശമുണ്ട്, നമ്മൾ വിളിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. അപ്പോൾ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി. ദൈവം എന്താണ്? തൻ്റെ ശക്തി, തൻ്റെ പരിശുദ്ധാത്മാവിനെ പഴയ നിയമത്തിലാണ് രാജാക്കന്മാരിൽ അഭിഷേകം ചെയ്യുന്നു, പുരോഹിതന്മാരിൽ അഭിഷേകം ചെയ്യുന്നു, അതുപോലെ പ്രവാചകന്മാരിൽ അഭിഷേകം തരുന്നു. അത് ഒരു മാനുഷികമായ രീതിയിലാണ് അഭിഷേകം ചെയ്യുന്നത്, അവരുടെ മേൽ ഒഴിക്കുകയാണ്. എന്നാൽ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു, അതുപോലെ നമ്മുടെ മുകളിൽ പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് ഒരു മാനുഷികമായി കാണാൻ പറ്റുകയില്ല. പക്ഷേ ഇത് ആത്മീയ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വൻ കാര്യങ്ങളാണ്. ഹല്ലേലൂയ, താങ്ക് യു. അപ്പം ആന്തരികമായ മാറ്റം നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ. പരിശുദ്ധാത്മാവ് നമ്മുടെ മുകളിൽ വരുമ്പോൾ ദൈവം നമ്മളെ കൊണ്ടൊരു മിനിസ്റ്റർ ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളെ സാക്ഷിയായി തീർന്നു. സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിസ്ട്രിയാണ്, നമുക്കൊരു മിനിസ്റ്റർ ചെയ്യിപ്പിക്കാം. അപ്പം ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തിലൂടെ ഓരോ വിശ്വാസിയും ദൈവികമായ ഉദ്ദേശത്തോടെ നടക്കുവാൻ സജ്ജരാക്കുന്നതാണ് ആ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുന്നേ, പരിശുദ്ധാത്മാവ് ഒരു പേഴ്സണാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാരണം നമ്മളെപ്പോലെ തന്നെ ഒരു വ്യക്തിത്വമുള്ള ഒരാളാണ് പരിശുദ്ധാത്മാവ്. ചിലർ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് ഒരു ഇറ്റാണ്. ഒരിക്കലും ഇറ്റല്ല.
പരിശുദ്ധാത്മാ ഒരു വ്യക്തി തന്നെ, പേഴ്സൺ തന്നെയാണ്. ചിലർ പറയുന്ന ഒരു പവറാണ്. പരിശുദ്ധാത്മാ പവറല്ല, പരിശുദ്ധാത്മാ ഒരു പേഴ്സണാണ്. ചിലർ പറയുന്നത് പരിശുദ്ധാത്മാവ് മിറക്കിൾസ് അല്ലെങ്കിൽ കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ്, അന്യഭാഷകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ്. അതൊക്കെ ഉണ്ട്, പക്ഷേ പരിശുദ്ധാത്മാ ഒരു പേഴ്സണാണ്. അപ്പം ഹോളി സ്പിരിറ്റിൻ്റെ പ്രസൻസ് എവരി ബിലീവർ റിസീവ്സ് ദ അനോയിൻറ്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അപ്പോൺ സാൽവേഷൻ. അപ്പം സാൽവേഷൻ നമുക്കുണ്ടാകാൻ കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നതുകൊണ്ടാണ് നമുക്ക് സാൽവേഷൻ ലഭിച്ചത്. പരിശുദ്ധാത്മാവ് നമുക്ക് വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് സാൽവേഷൻ ലഭിക്കത്തില്ല. കാരണം സാൽവേഷത്തിൻ്റെ മുഖ്യ പങ്കാളിത്തം ചെയ്യുന്നത് പരിശുദ്ധാത്മാവ്. നമ്മുടെ ഉള്ളിൽ യേശു ഉണ്ട് അല്ലേ? പരിശുദ്ധാത്മാവ് തന്നെയാണ് യേശുവായിട്ട് ഉള്ളിൽ വസിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുക. അതാണ് 1 യോഹന്നാൻ 2:20 പറയുന്നത്, ദിസ് അനോയിൻറ്റിങ് എംപവേഴ്സ് ബിലീവേഴ്സ് ടു വാക്ക് ഇൻ വിസ്ഡം. ഇത് ഉള്ളിൽ വന്നതുകൊണ്ടാണ് നമുക്ക് ദൈവത്തിൻ്റെ വിസ്ഡം ലഭിക്കുന്നത്. ഇത് ഉള്ളിൽ വന്നതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഡിസൈൻമെൻറ്റ് നമുക്ക് ലഭിക്കുന്നത്. ഇത് വന്നതുകൊണ്ടാണ് സ്പിരിച്വൽ അതോറിറ്റി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഓരോ വിശ്വാസികൾക്കും രക്ഷയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കുക. 1 ഉള്ളിൽ വന്നു, 2 പരിശുദ്ധാത്മാ അപ്പോൺ യു. എന്തിനു വേണ്ടി? സാക്ഷ്യം പറയുവാൻ വേണ്ടി. എന്തിനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്നുള്ള അഭിഷേകം, നിങ്ങളെല്ലാവർക്കും വിസ്ഡം, സത്യം അറിയുവാൻ. അതാണ് യോഹന്നാൻ പറയുന്നത് 2:20 പറയുന്നത്, സത്യമാണ് നിങ്ങൾ അറിയിക്കുന്ന പരിശുദ്ധാത്മാവ്. അപ്പം ഈ അഭിഷേകം വിശ്വാസികളെ ജ്ഞാനത്തിലേക്ക് നടത്തുന്നു. ജ്ഞാനം കുറവുള്ളവരും ജ്ഞാനത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇപ്പം തീർച്ചയായിട്ടും ദൈവം ജ്ഞാനം തരും. അജ്ഞാനികളെ ജ്ഞാനികളാക്കുന്നതാണ് ദൈവം. ഞാനിങ്ങനെ തമാശയ്ക്ക് ഈ നേഴ്സുമാരോട് പറയാറുണ്ട്, നിങ്ങളൊരു ഡോക്ടർ 3-4 പ്രാവശ്യം എന്നെ സർജറി എന്ന് കാണിച്ചെന്നാൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചിരിക്കും, അങ്ങനെ ഭാഷ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പരിപാടി. നമുക്കത് വിശ്വസിക്കണം. ഏതാ അത്തരം വിസ്ഡം നമുക്ക് തരുവാൻ പറ്റും, ദൈവം തരും. അത്തരം വിസ്ഡം നമുക്ക് തരും. നമുക്ക് ലോകത്തിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം പരിശുദ്ധാത്മാ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടും പരിശുദ്ധാത്മാ നമ്മുടെ മുകളിൽ വരുന്നത് കൊണ്ടും നമ്മളെക്കൊണ്ട് ദൈവത്തിന് ഉപദേശമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ. തീർച്ചയായിട്ടും ദൈവം ചെയ്യിപ്പിക്കും. അതാണ് പരിശുദ്ധാത്മാവ്. ഞാനിങ്ങനെ ഓഫീസിലിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് കോൾ വന്നു. ഒരു സഹോദരി നിലവിളിക്കുക, ഫോണിൽ കൂടെ നിലവിളിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ കാര്യം പറ. അപ്പം ഈ നിലവിളിച്ചിട്ട് എനിക്ക് പിടികിട്ടുന്നില്ല. അവർ പറയുന്നത് കാരണം ഏങ്ങലോടുകൂടി സംസാരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, സിസ്റ്റർ ആദ്യം ഒന്ന് ശാന്തമാകും, ശാന്തമായിട്ട് വിഷയം പറ, എന്നാലല്ല നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. പറഞ്ഞു, എൻ്റെ ഫാദർ ഇപ്പോൾ ആംബുലൻസിലാണ്. ഓക്കെ. ECG ഡൗൺ ആയി, ഫ്ലാറ്റ് ആയിരുന്നു. ECG ഫ്ലാറ്റ് ആയെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളത് മരണത്തിൻ്റെ അല്ലെങ്കിൽ മരണമായി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഡോക്ടേഴ്സ് ഇവിടെ ഉള്ളവർക്കറിയാം. ഇനി അതിൽ നിന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ, ഫാസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കും പ്ലീസ്. ഞാൻ പറഞ്ഞു ഓക്കെ, ഒന്ന് വെയിറ്റ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ അവിടെ ഓഫീസിൽ നോക്കുമ്പോൾ ചുറ്റും ആൾക്കാരിരിക്കുക, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഞാനെന്ത് ചെയ്തു, ഒരു കാര്യം ചെയ്ത് നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. ഇൻ്റർനാഷണൽ കോളായിരുന്നു. ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ നേരെ ഓഫീസിൻ്റെ പുറകിലോട്ട്, എൻ്റെ ഓഫീസിൻ്റെ പുറകെ ബിൽഡിങ്ങിൻ്റെ പുറകിലോട്ട് പോയി. ബിൽഡിങ്ങിൻ്റെ പുറകിൽ പോയിട്ട് ഞാൻ ശാന്തമായിട്ട് വായ തുറന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ അന്യഭാഷകൾ സംസാരിച്ചു. വേറൊന്നും ഞാൻ അറിയുന്നില്ല. ദൈവത്തോട് സംസാരിച്ചു അന്യഭാഷകൾ. അന്യഭാഷ സംസാരിച്ച് പറഞ്ഞാൽ ഞാൻ എന്നിട്ട് കട്ട് ചെയ്ത് ഞാൻ സഹോദരിയോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇപ്പോൾ തന്നെ ഭവനത്തോട് വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങളവിടെ ആയിരിക്കുന്ന ആംബുലൻസിലുള്ളവർ വിളിക്കുക, എന്താ സംഭവിക്കുന്നത് നമുക്കറിയാമല്ലോ, വിളിച്ചിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു. സഹോദരി കട്ട് ചെയ്തു. തിരിച്ചന്നേരം വിളിച്ചു. ഒരു 2-3 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റിനുള്ളിൽ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ECG ഇങ്ങനെ എന്താ പറയുന്നത്, ആ ഗ്രാഫ് ഫ്ലാറ്റായിരുന്നു, നമ്മളാ പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് അപ്പായെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, അപ്പായെന്ന് പറഞ്ഞു. ആമീൻ. അപ്പോൾ അന്യഭാഷയ്ക്ക് ഭയങ്കര ശക്തിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഭയങ്കര പവർഫുള്ളാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. നമ്മുടെ പരിശുദ്ധാത്മാവാണ് ജ്ഞാനത്തിൽ, വിസ്ഡത്തിൽ, ആലോചന എല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് ചിരുന്നത്. അപ്പോൾ ആത്മീയമായ അധികാരത്തിൽ നടക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് പരിശുദ്ധാത്മാവ്.
നിങ്ങൾ പരിശുദ്ധാത്മാവുമായിട്ട് ഭയങ്കര ഇൻറ്റിമസി ആയിരിക്കണം എപ്പോഴും. നമ്മളെ യേശുവിൻ്റെ കാര്യം പറയുമ്പോൾ പരിശുദ്ധാത്മാവോട് വന്നിരിക്കും. നിങ്ങളുടെ ഭവനത്തിൽ ഏറ്റവും കൂടുതൽ യേശുവിനെ പറഞ്ഞു നോക്കിയാൽ പരിശുദ്ധാത്മാവോട് വന്നിരിക്കും. നമ്മുടെ വർഷിപ്പ് സോങ്ങിൽ ഏറ്റവും കൂടുതൽ യേശുവിനെ സ്തുതിച്ച് പരിശുദ്ധാത്മാവോട് വന്നിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്ന യേശുവിനെ കുറിച്ചായിരിക്കട്ടെ, പരിശുദ്ധാത്മാവോട് വന്നിരിക്കും. നമ്മൾ പൗലോസിനെ കുറിച്ചോ പത്രോസിനെ കുറിച്ചൊന്നും പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരത്തില്ല. നിങ്ങൾ യേശുവിനെ കുറിച്ച് എന്ത് പ്രസംഗിക്കുന്നോ, യേശുവിനെ ഉയർത്തുന്നോ, യേശുവിനെ വർഷിപ്പ് ചെയ്യുന്നോ, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മ വ്യാപരിക്കാൻ തുടങ്ങും. നിങ്ങളിൽ മേൽ പരിശുദ്ധാത്മ വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പറ്റി സംസാരിക്കുക. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ യേശുവിനെ കുറിച്ച് സംസാരിക്കുക. നിങ്ങൾ കാണാത്ത മിറക്കിൾസുകൾ നിങ്ങളുടെ ഭവനത്തിൽ നടക്കാൻ പോവാം. ഹല്ലേലൂയ. സോ ഗിഫ്റ്റ് ഓഫ് ദ സ്പിരിറ്റ്, ദ അനോയിന്റിങ് ഇൽ റിവീൽഡ് ത്രൂ ദ സ്പിരിച്വൽ ഗിഫ്റ്റ് സച്ച് ആസ് പ്രൊഫസി. നമുക്കറിയാം ഒരുപാട് സ്പിരിച്വൽ ഗിഫ്റ്റിനെ കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എഴുതിയിട്ടുണ്ട്. പ്രൊഫസി ഉണ്ട്, ഹീലിങ്സ് ഉണ്ട്, അതുപോലെ ടീച്ചിങ് ഉണ്ട്. നമുക്ക് 2 കൊരിന്ത്യർ എനിക്ക് തോന്നുന്നു 12-ാം അധ്യായത്തിൻ്റെ 7, 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെ വായിക്കുമ്പോൾ കാണാൻ പറ്റും. സോ ദിസ് ഗിഫ്റ്റ് എന്തിനാണ് നമുക്ക് തന്നിരിക്കുന്നത്? എക്യു ബിലീവേഴ്സ് ടു സെർവ് എഫക്റ്റീവ്ലി നമ്മൾ എഴുതിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാ? ആത്മാവിൻ്റെ ദാനങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. പ്രവചനം നമുക്ക് തന്നിരിക്കുന്നത്, രോഗശാന്തി നമുക്ക് തന്നിരിക്കുന്നത്, പഠിപ്പിക്കലാൽ നമുക്ക് തന്നിരിക്കുന്നത്, നേതൃത്വ നിരയിലോട്ട് പോകാൻ ആ വിഷയം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ആത്മീയ ദാനങ്ങളിലൂടെ ആ അഭിഷേകം വെളിപ്പെടുത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെ നമ്മൾ വായിക്കാൻ പറ്റും. അപ്പം ഈ ദാനങ്ങൾ വിശ്വാസികളെ അവരുടെ വിളിയിൽ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുക. അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം ലഭിച്ചതുപോലെ ചെയ്യട്ടെ. അതെന്തിനു വേണ്ടിയാണ്? പൊതു പ്രയോജനത്തിന് വേണ്ടിയാണ്. പൊതുവേ ഉള്ള ഒരു പ്രയോജനത്തിന് വേണ്ടിയാണ്. The manifestation of the Spirit is given to every man to prior thereby എന്നിരിക്കുന്നത്. ഓരോരുത്തൻ ആത്മാവിൽ ജ്ഞാനത്തിൻ്റെ വചനവും, മറ്റൊരുത്തന് അതേ ആത്മാവിൽ തന്നെ എന്താണ്? പരിജ്ഞാനത്തിൻ്റെ വചനം. For to one is give by Spirit the word of wisdom, to another the wisdom knowledge of by the same Spirit. അല്ലേ? അപ്പം മറ്റൊരു അതേ ആത്മാവിൽ തന്നെ വിശ്വാസം, മറ്റൊരു അതേ ആത്മാവിൽ തന്നെ എന്താണ്? രോഗശാന്തികളുടെ വരം. ഞാൻ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പോയിന്റ് ഒന്ന് പറഞ്ഞിട്ട് പോകട്ടെ. നമ്മൾ ഈ വിശ്വാസത്തിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഓർക്കും അപ്പം പാസ്റ്റർ അങ്ങനെ പറഞ്ഞു. നമ്മൾ യേശുവിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വരും. ഈ പലരും പ്രീച്ച് ചെയ്യുന്നുണ്ട്, വിശ്വാസം വേണം. നിങ്ങൾ വിശ്വാസത്തിൻ്റെ പുറകെ പോകും. നിങ്ങൾക്ക് വിശ്വസിക്കുക. നമ്മൾ യേശുവിനെ പുറകെ പോകും, വിശ്വാസം നമുക്ക് ഓൾറെഡി വരും. അപ്പോൾ നമ്മൾ യേശുവിനെ ഫോളോ ചെയ്ത് നോക്കിയേ, നമ്മൾ യേശുവിനെ ഒന്ന് പഠിച്ചു നോക്കിയേ, നമ്മൾ യേശുവിനെ ഒന്ന് പ്രീച്ച് നോക്കിയേ, വിശ്വാസം നമുക്ക് ലഭിക്കും. രോഗശാന്തികൾ വരും, അല്ലേ? രോഗശാന്തികൾ വരും. അപ്പം വിശ്വാസത്തിലൂടെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. ഓക്കെ, നമ്മൾ ദൈവമാണെന്ന് വിശ്വസിക്കുന്നു, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു വിശ്വസിക്കുന്നു. വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഞാനിങ്ങനെ ഒരു ഗ്രാമത്തിൽ പോയി ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ, നാട്ടിലുണ്ട്, നിങ്ങളുടെ അടുത്തെങ്ങാണ്ട് ആ സ്ഥലത്ത് വെരിയമർന്ന് പോയി, പെട്ടെന്നൊരു അമ്മച്ചി വന്നിട്ട് പറഞ്ഞു, പാസ് ഇത്രയും പ്രസംഗിച്ചല്ലോ, യേശുവിനെ മിറക്കിൾ ചെയ്യാൻ പറ്റും. അമ്മച്ചി ചെയ്യും, അതല്ല ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ. ശരി, അന്നൊരു പാസ് കാര്യം ചെയ്യും, എൻ്റെ കിണറിൻ്റെ അകത്ത് വെള്ളമില്ല. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ ചൂട് സമയത്ത് വെള്ളമില്ല, എനിക്കറിയാം വെള്ളമില്ലാത്ത അവസ്ഥയാണ്, ഒരുപാട് ചൂടുള്ള സമയത്ത് വെള്ളം പറ്റുമല്ലോ. പാസ് ഇത് പുതിയ കിണറാണ്, എന്നോട് പുതിയ കിണറാണ്, ഇതിനകത്ത് വെള്ളം വരുന്നില്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ എന്ത് ചെയ്യണം? പാസ്റ്റ് വന്ന് വാങ്ങിച്ചത് മിറക്കിൾസ് കാണിച്ചതാണ്. അയ്യോ, നാട്ടുകാരുടെ മുന്നിൽ നമ്മൾ പ്രസംഗിച്ചിട്ട് എന്നെ ആ അമ്മച്ചി അവരുടെ മുന്നിൽ വെച്ച് വിളിക്കുക, വന്ന് പാസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തോട് ഒരു വാൾ കയറിപ്പോയി. എന്നാലോചിച്ച് നോക്കി, നാട്ടുകാരുടെ മുന്നിൽ പ്രസംഗിച്ചിട്ട് നമ്മൾ ആ സഹോദരി വിളിച്ചിട്ട് പോയി പ്രാർത്ഥിച്ചിട്ട് ഒന്നും കണ്ടില്ലെങ്കിലോ, നാട്ടുകാർ പറയും പുള്ളി പ്രസംഗിച്ചൊക്കെ വെറുതെ പോകും, നമ്മുടെ യേശുവിനെ നാണക്കേടാം. ഞാൻ പറഞ്ഞു, സഹോദരി വരാൻ പറഞ്ഞു. അമ്മച്ചി കേട്ടോ, അമ്മച്ചിയാണ്. ഞങ്ങൾ തമ്മിൽ ചെന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്ക് വലിയൊരു പൊട്ടക്കിണർ പോലെ വലിയ കിണറാണ്, ഒന്നുമില്ല, അതിനകത്ത് വെള്ളമൊന്നുമില്ല.
ഞാൻ അമ്മച്ചിയോട് ഒരു കപ്പ് വെള്ളം എടുത്തോണ്ട് വരുന്നത് എവിടെ നിന്നാലും. അപ്പം അമ്മച്ചി ഒരു കുടിക്കുന്ന ഒരു കപ്പ് വെള്ളം എടുത്തോണ്ട് എന്തായാലും പ്രാർത്ഥിച്ച് അതിനകത്തോടെ ഒഴിച്ചു. യേശുവിൻ്റെ നാമത്തിൽ 24 hours വെള്ളം ഉണ്ടാകട്ടെ പ്രാർത്ഥിച്ച് ഒഴിച്ചു. ഞാൻ എൻ്റെ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചു. വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ഒന്നും വെള്ളമൊന്നും കണ്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞ അമ്മച്ചി ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോൾ 24 മണിക്കൂർ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് രക്ഷപ്പെടുകയും ചെയ്യണമല്ലോ. 24 മണിക്കൂർ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അമ്മച്ചി ഒരു കാര്യം ചെയ്യും, 24 മണിക്കൂർ മരുന്ന് വിളിക്ക്. ഞാൻ പയ്യെ എൻ്റെ നാട്ടിലെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഞാനങ്ങ് പോയി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് അമ്മച്ചി വിളിച്ച് ഭയങ്കര സന്തോഷം ചിരി. അമ്മച്ചിക്ക് പല്ലൊന്നുമില്ലല്ലോ, ഭയങ്കര സന്തോഷം ചിരി. അമ്മച്ചി പറഞ്ഞാൽ പകുതിയെ മനസ്സിലാകത്തുള്ളൂ. എടാ മോനെ പാസ്റ്ററെ പറ, അമ്മ പാസ്റ്ററെ പറ അമ്മച്ചി, വെള്ളം വന്നടാ, വെള്ളം വന്നു, കുളിക്കാനും കുടിക്കാനുമുള്ള വെള്ളം വന്നു. ഹല്ലേലൂയ. ഞാൻ ഇപ്പം അമ്മച്ചി പറയും, ഞാൻ പഴയ സ്ഥിതി ആയിരുന്നെങ്കിൽ 35 വയസ്സ് ഉണ്ടായിരുന്നു, ഇപ്പം ഞാൻ ചാടിയാണ്. ഞാൻ പറഞ്ഞു ഇപ്പം അമ്മച്ചി ചാടണ്ട, അമ്മച്ചിയുടെ എല്ലും അമ്മച്ചിയുടെ കാലും ഒക്കെ ഓടിയും, ഇപ്പം ചാടണ്ടെന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ബൈ ഫെയ്ത്ത്. നിങ്ങളെന്താ വിചാരിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ചുമ്മാ അന്യഭാഷ പറയാൻ നടക്കുന്നതല്ലെന്ന്? ഈസ് എ പേഴ്സൺ. നമ്മൾ പറഞ്ഞ അതുപോലെ ചെയ്യും. ദ പേഴ്സൺ നമ്മുടെ കൂടെ നമുക്ക് വേണ്ടി മിറക്കിൾ ചെയ്യുവാൻ, നമ്മളെ അനുഗ്രഹിക്കുവാൻ, നമ്മളെ ബലപ്പെടുത്തുവാൻ, യേശുവിൻ്റെ നാമം ഉയർത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക പരിശുദ്ധാത്മാവിനെ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ആദ്യം ഇൻറ്റിമസി വരണം, നമ്മൾ പരിശുദ്ധാത്മാവോട് നല്ല ബന്ധത്തിൽ വരണം. ടു അനോയിൻറ്റിങ് ഫെയ്ത്ത് ബൈ സെയിം സ്പിരിറ്റ്. അപ്പോൾ ആ സെയിം സ്പിരിറ്റ്, ആ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമുക്ക് ഫെയ്ത്ത് ഉണ്ടാക്കി തരുന്നത്. ടു അനോയിൻറ്റിങ് ഹീലിംഗ്. ചിലർക്ക് എന്താണ് ഹീലിംഗ് മിനിസ്ട്രി കൊടുക്കുന്നു അല്ലേ, ചിലർക്ക് സെയിം സ്പിരിറ്റ് തന്നെ. അപ്പം മറ്റൊരുവിൻ്റെ വിശ്വാസം കൊടുക്കുന്നു, മറ്റൊരുവിന് പ്രവചനം കൊടുക്കുന്നു, മറ്റൊരുവിന് ആത്മാക്കളുടെ വിവേചനം കൊടുക്കുന്നു. നിങ്ങൾ ആത്മാക്കളുടെ വിവേചനം പഠിക്കണം കേട്ടോ. മറ്റൊരുവന് പലവിധ ഭാഷകൾ പറയുന്നു അല്ലേ, പലവിധ ഒറ്റ അന്യഭാഷ നിങ്ങൾ ഇരിക്കരുത്, പലവിധ ഭാഷകൾ പഠിക്കണം, പല ഭാഷകൾ നമ്മൾ സംസാരിക്കണം, ഭാഷകളുടെ വ്യാഖ്യാനം കൊടുക്കണം. നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ എൻ്റെ വ്യാഖ്യാനം ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ദൈവം പറഞ്ഞു തരും, നിങ്ങളത് പഠിപ്പിക്കും. നിങ്ങൾ പറയുന്ന അന്യഭാഷയുടെ വ്യാഖ്യാനം തന്നെ ദൈവത്തോട് ചോദിച്ചു നോക്കണം. കർത്താവ് ഇതെന്തുവാ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുവാ, നമ്മളെ ദൈവം പഠിപ്പിക്കും. ഇപ്പം ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി അല്ലേ, ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രൊഫസിയെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് എഡിഫിക്കേഷൻ ആയിരിക്കണം. എഡിഫിക്കേഷൻ. രണ്ടെന്താണ്, എക്സോട്ടേഷൻ ആയിരിക്കണം, ആൻഡ് കംഫോർട്ട് ആയിരിക്കണം. 3 കാര്യങ്ങൾ പ്രൊഫസിക്കകത്ത് ഉണ്ടാവണം. നിങ്ങൾ കേൾക്കുന്ന പ്രവചനത്തിൻ്റെ അകത്ത് 3 കാര്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കണം. അതിൻ്റെ അകത്ത് എഡിഫിക്കേഷൻ ഉണ്ടാവണം, അതിൻ്റെ അകത്ത് എക്സോട്ടേഷൻ ഉണ്ടാകണം, അതിൻ്റെ അകത്ത് കംഫോർട്ട് ഉണ്ടാകണം. അതായത് നമ്മുടെ എനർജി, നമ്മുടെ ഫെയ്ത്തിനെ എനർജി ചെയ്യുന്നതായിരിക്കണം പ്രൊഫസി. നമ്മുടെ ഫെയ്ത്തിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതായിരിക്കും പ്രൊഫസി. നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ് പ്രൊഫസി. അപ്പൊ നിങ്ങൾ ആ ഓഫീസ് മനസ്സിലാക്കണം, പ്രൊഫസിയുടെ ഓഫീസ്. അല്ലാതെ പ്രൊഫസി നീ ഇന്ന വർഷം മരിക്കും എന്ന് പറയുന്നൊന്നും പ്രൊഫസി അല്ല കേട്ടോ, അതൊക്കെ വിച്ച് ക്രാഫ്റ്റാ. നിന്നെ പിശാച് കൊല്ലാൻ പോവാണ്, നിനക്ക് വേണ്ടി നിന്നെ ആവിചാരം ചെയ്യുന്ന ആളെ നശിപ്പിക്കാൻ പോകും. അതൊക്കെ പ്രൊഫസി ഒന്നുമല്ല, അതൊക്കെ വിച്ച് ക്രാഫ്റ്റാ. അങ്ങനെ കൊണ്ട് ദൈവം നമ്മൾ അറിയിച്ചു തരും, നിനക്ക് വേണ്ടി ശത്രു എഴുന്നേറ്റിട്ടുണ്ട്, അത് പ്രൊഫസിയാണ്. നിനക്ക് വേണ്ടി എഴുന്നേറ്റുണ്ട്, നീ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. നിന്നെ ബലപ്പെടുത്തും ദൈവം. നിന്നെ പേടിപ്പിക്കുന്ന ഒന്നും പ്രൊഫസിയല്ല. നിങ്ങളെ ആരെങ്കിലും പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രൊഫസി അല്ല അതൊന്നും കേട്ടോ. നിങ്ങൾ പലരും പ്രൊഫറ്റിക് മിനിസ്ട്രി, നിങ്ങളോട് പലരും ദൈവിക ആലോചന എന്നൊക്കെ പലതും പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ, അതിനകത്ത് പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, നീ മരിക്കൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പേടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളത് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ആ കേട്ട ആ പ്രൊഫറ്റ് അല്ലെങ്കിൽ ആ പ്രവചനം ഞാൻ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു. ക്യാൻസൽ ചെയ്യുന്നു, നിങ്ങളതിനെ ബ്രേക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ പുറകെ വരും, നിങ്ങളെ നശിപ്പിച്ച് കളയും. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് പിശാചിയാണെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മ്ലേച്ഛതമായ അല്ലെങ്കിൽ പാപമാണ് നിങ്ങളുടെ സ്വപ്നത്തിൽ വന്നതെങ്കിൽ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കോ എന്തെങ്കിലും അനർത്ഥം വരാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് കണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കണം. നിങ്ങളതിനെ ബ്രേക്ക് ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ വായ തുറന്ന് പറയണം. മൈൻഡിലല്ല പറയേണ്ടത്, വായ തുറന്ന് പറയണം. ഞാനതിനെ ബ്രേക്ക് ഇറ്റ്, സേ ക്യാൻസൽ ഇറ്റ്. ഇഫ് നോട്ട് ബ്രേക്ക് ഇറ്റ് വിൽ കം ഓൺ ദ വേ എന്നാണ് നമുക്ക് ദൈവവചനം പഠിക്കാൻ കാണുന്നത്. നിങ്ങളുടെ പുറകെ വന്നുകൊണ്ടിരിക്കും.
അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രൊഫറ്റിക് എന്തെങ്കിലും അല്ലെങ്കിൽ പ്രൊഫസി നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നത് കേട്ടാൽ നിങ്ങളത് അന്നേരം വായ തന്നെ ക്യാൻസൽ ചെയ്യണം. ഈ പ്രൊഫസി നത്തിങ് വിത്ത് ദ പൊളിറ്റിക്സ്. ഓക്കെ, ഈ പ്രൊഫസി എന്ന് പറഞ്ഞാൽ നോട്ട് ഫോർ അൺബിലീവേഴ്സ്. പ്രൊഫസി ആർക്ക് വേണ്ടിയാ? ദ ഓൺലി ഓർ ഡീൽ വിത്ത് റിഡീംഡ് പീപ്പിൾക്ക് വേണ്ടി, അതായത് രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് പ്രൊഫസി ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇന്ന പാട്ട് ജയിക്കും, ഇന്ന പ്രസിഡന്റ് ഉണ്ടാകുന്നു, പ്രൊഫസി ഒന്നുമല്ല. അതൊക്കെ വിച്ച് ക്രാഫ്റ്റിന്റെ പരിപാടി, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിലുള്ള കാര്യമാണ്, മാനുഷിക ആത്മാവാണത്. നമ്മൾ അങ്ങനെ വഴിക്കൊന്നും പോകാൻ പാടില്ല. പ്രൊഫസി ആക്ച്വലി വിശ്വാസികൾക്ക് വേണ്ടിയാണ്. പ്ലാൻ ഫോർ റിഡീംഡ്. ഹല്ലേലൂയ. So talking outside means which is witchcraft. പ്രൊഫറ്റിക് മിനിസ്ട്രിയിൽ, പ്രൊഫസിയിൽ നിങ്ങൾക്ക് വെളിയിൽ നമ്മുടെ ചർച്ചിൻ്റെ ഉള്ളിൽ നിൽക്കുന്നില്ലെങ്കിൽ, വിശ്വാസിയുടെ ഉള്ളിൽ നിൽക്കുന്നില്ലെങ്കിൽ, അത് വൻകാര്യങ്ങൾ വെളിയിലോട്ട് പോവുകയാണെങ്കിൽ ഓർത്തോണം അതിൻ്റെ അകത്ത് എന്തോ വിച്ച് ക്രാഫ്റ്റ് ഉണ്ട്. അപ്പം ഒരുപാട് പ്രൊഫസി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, നിങ്ങളൊരു പ്രൊഫസി കേൾക്കുമ്പോൾ ഓർത്തോണം റിഡീംഡ് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് പ്രൊഫസി വചനം പറയുന്നത്. അല്ല നാട്ടുകാരെ വേണ്ടിയല്ല പ്രവചനം, അല്ലെങ്കിൽ പൊളിറ്റീഷ്യന്മാർക്ക്, സിനിമാ നടന്മാർക്ക് വേണ്ടിയല്ല, ഫിലിം ആക്ടേഴ്സിന് വേണ്ടിയല്ല, അല്ല ഇന്ന പാട്ട് ജയിക്കും അതിനു വേണ്ടിയല്ല പ്രൊഫസി. പ്ലീസ്. ഹല്ലേലൂയ. പ്രോഫിറ്റ്സ് ഗോഡ് ഓർഡേർഡ് ഫോർ നേഷൻസ്. പ്രൊഫസി വേറെ, പ്രോഫിറ്റ് വേറെ. നമ്മളെല്ലാവരും ഫ്രണ്ട് കണ്ടിട്ടുണ്ട് പ്രോഫിറ്റ് ഇന്ന ആള്. അത് തെറ്റാ ആക്ച്വലി. അത് പ്രൊഫറ്റിക് അല്ലെങ്കിൽ പുള്ളിക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ പുള്ളി പ്രോഫിറ്റ് ആകുന്നില്ല, പുള്ളി ഒരു പ്രവാചകനാകുന്നില്ല. പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ പ്രവാചകനല്ല. പ്രവാചകൻ എന്ന് പറഞ്ഞ നേഷൻ, രാജ്യങ്ങൾക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുന്നതാണ് പ്രവാചകന്മാരെ. യെശയ്യാവ് ഒരു പ്രവാചകനായിരുന്നു, ജെറമിയ ഒരു പ്രവാചകനായിരുന്നു. അതുപോലെ രാജ്യങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പ്രവാചകൻ എന്ന് പറയും. അതുകൊണ്ട് പ്രോഫിറ്റ് മിനിസ്ട്രിയും പ്രോഫറ്റിക് ഗിഫ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കാമെങ്കിൽ നമുക്ക് ആത്മീയമായിട്ട് വളരുവാൻ പറ്റും. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമല്ല. കാരണം നിങ്ങൾ ഒരുപാട് പ്രോഫിറ്റിക് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര് പ്രവചിക്കുന്നതാണല്ലോ. അതുകൊണ്ട് പറഞ്ഞാൽ ടു അനദർ വർക്കിംഗ് ഓഫ് മിറക്കിൾസും ടു അനദർ വർക്കിംഗ് ഓഫ് പ്രൊഫസി അല്ലേ. മിറക്കിൾസും ഹീലിങ്സും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. മിറക്കിൾസ് എന്ന് പറഞ്ഞാൽ ദൈവം അന്നേരം ചെയ്യുന്ന കാര്യത്തെയാണ് മിറക്കിൾസ് എന്ന് പറയുന്നത്. ദൈവം അന്നേരം സ്പോട്ടിൽ ചെയ്യില്ല, സ്പോട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യും. സ്പോട്ടിൽ നിങ്ങൾക്ക് ഡെലിവറൻസ് ചെയ്യും. അതിനാണ് മിറക്കിൾസ് എന്ന് പറയുന്നത്. എന്നാൽ രോഗശാന്തി അന്നേരം കിട്ടണമെന്നില്ല കേട്ടോ. രോഗശാന്തി ദൈവം ആ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ, അല്ല നമ്മളെ ദൈവം തൊട്ട് കഴിഞ്ഞാൽ ചില ദിവസങ്ങൾ കൊണ്ടേ സൗഖ്യമാകത്തുള്ളൂ. നിങ്ങൾ നോക്കി, 7 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ ഇരിക്കാൻ വന്നു. 7 പേര് അന്നേരം സൗഖ്യമായില്ല, 6 പേര് സൗഖ്യമായി. അല്ല 7 പേര് സൗഖ്യമായി, 7 പേര് മടങ്ങിപ്പോയി. അതിൽ ഒരാൾ മാത്രം മടങ്ങി വന്നിട്ട് യേശുവിനെ സ്തുതിച്ചു, അല്ലെങ്കിൽ ദൈവത്തിന് താങ്ക്സ് പറഞ്ഞു. എന്തുകൊണ്ടാണ് സംഭവിച്ചെന്നറിയാവോ? ഈ 6 പേർ, 7 പേരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുഷ്ഠരോഗികൾ എന്ന് പറഞ്ഞാൽ കൈയും കാലും ഒക്കെ മുറിഞ്ഞു പോകുന്ന രോഗമാണ് കുഷ്ഠരോഗം. അല്ലെങ്കിൽ നമുക്ക് 5 പേരിലുണ്ടെങ്കിൽ അവർ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ 4 പേരിലേ കാണത്തുള്ളൂ, 1 പേരിൽ എലി കൊണ്ടുപോകും. കാരണം അവർക്കറിയത്തില്ല, കുഷ്ഠരോഗം വന്നു കഴിയുമ്പോൾ എല്ലാം മുറിഞ്ഞു പോകും, ശരീരത്തിൽ ഓരോ അവയവങ്ങൾ മുറിഞ്ഞു പോകും. അപ്പോൾ ഈ ശരീരത്തിൻ്റെ പല അവയവങ്ങൾ മുറിഞ്ഞിരുന്ന ആൾക്കാരാണ് യേശുവിൻ്റെ അരികെ വന്നത്. 7 പേര് വന്നിട്ട് പറഞ്ഞ് ഞങ്ങളെ സൗഖ്യമാക്കണം. കർത്താവ് പറഞ്ഞ് ബി ഹീൽ, എല്ലാവരും ഹീലായിക്കോളാൻ പറഞ്ഞു. പോയി ഈ 7 പേര് പോയി സൗഖ്യത്തോടെ പോയി. പക്ഷേ 4 പേരുള്ളവരിൽ 4 പേരിലോടുകൂടി മടങ്ങിപ്പോയി. മൂക്കിൻ്റെ പകുതിയുള്ളവരാണ് മൂക്കിൻ്റെ പകുതിയോട് മടങ്ങിപ്പോയി. ഇപ്പം കാല് പകുതിയുള്ളവരാണ് കാലിൻ്റെ പകുതിയോട് മടങ്ങിപ്പോയി. അത്രയും സൗഖ്യം. അതായത് കുഷ്ഠരോഗ സൗഖ്യമായി, പക്ഷേ അവയവങ്ങളൊന്നും മടങ്ങി വന്നില്ല. എന്നാൽ 7-മൻ തിരിച്ചു വന്ന് ദൈവത്തെ സ്തുതിച്ചു. അതൊക്കെ 7-മൻ തിരിച്ചു വന്നവൻ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി. എന്താ കാണാമെന്നറിയോ? അപ്പം ദൈവത്തിൻ്റെ പൂർണ്ണമായ രോഗശാന്തി അവന് ലഭിക്കുവാനിടയായി. ഞാനത് ബൈബിളിനകത്ത് എഴുതിക്കുന്ന കാര്യമല്ല, ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തപ്പോഴത്തേക്കും കിട്ടിയ ഒരു പോയിന്റാണത്. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം കിട്ടി. എന്താണ്? അദ്ദേഹത്തിനുള്ള കുഷ്ഠരോഗം മൂലം തൻ്റെ ശരീരത്തിൽ നഷ്ടപ്പെട്ട എല്ലാ അവയവങ്ങളും മടങ്ങി വരുവാനിടയായി. ഹല്ലേലൂയ. നോക്കിയേ, അപ്പോൾ ദൈവം രോഗശാന്തി തരുമ്പോൾ നമ്മൾ സ്തോത്രം പറഞ്ഞ് സ്തുതിച്ച് അത് ക്ലെയിം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാമെങ്കിൽ, അതിനെ നമ്മൾ പ്രാപിച്ചുകൊണ്ടിരിക്കാമെങ്കിൽ പൂർണ്ണമായി സൗഖ്യം അതിനകത്ത് കർത്താവ് തരുവാനിടയാവും. പൂർണ്ണമായ സൗഖ്യം.
ഹല്ലേലൂയ. പൂർണ്ണമായ സൗഖ്യം. അപ്പോൾ പൂർണ്ണമായ സൗഖ്യമാണെങ്കിൽ നമുക്ക് രോഗശാന്തി ലഭിച്ചു, അല്ലെങ്കിൽ ദൈവം നമ്മളോട് സംസാരിച്ച് നമ്മളെ തൊട്ട് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അത് സ്തുതിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി വീണ്ടും മുന്നോട്ട് പോകാമെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഭയങ്കര സൗഖ്യമായിരിക്കും, പൂർണ്ണ സൗഖ്യമായിരിക്കും. ഹല്ലേലൂയ. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സേയിങ്? എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, മൈഗ്രെയിൻ. ഓക്കെ, കർത്താവ് ഒരു ദിവസം പറഞ്ഞു, കർത്താവ് വന്നിട്ട് എന്നെ പറഞ്ഞു സൗഖ്യമായി, എന്നെ തൊട്ടു, കർത്താവ് തൊട്ടു. അവിടെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ മൈഗ്രെയിൻ. അപ്പം ഞാൻ ഓർത്ത്, അപ്പോൾ വൈഫിനെ കളിയാക്കിയ, നിങ്ങളല്ലേ പറഞ്ഞത് കർത്താവ് ഒന്ന് തൊട്ടു മൈഗ്രെയിൻ മാറി എന്നൊക്കെ. കർത്താവ് തൊട്ടാന്ന് വെച്ചാൽ എങ്ങനെയാണ്, ഞാൻ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക്, ഞാൻ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഞാൻ എഴുന്നേറ്റ് പെട്ടെന്നൊരു പെയിൻ, എൻ്റെ തലയ്ക്കകത്തോട്ട് ഇങ്ങനെ മൈഗ്രെയിൻ്റെ പെയിൻ. അപ്പം ഞാൻ അതേപടി തലവേദന പറഞ്ഞ് വീണ്ടും ഞാൻ കിടന്നപ്പോഴത്തേക്ക് എന്നെ ഒരു ദർശനത്തിൽ കാണിക്കുകയാണ്, ഒരു ഇലയ്ക്കകത്ത് കുറച്ച് ഓയിൽ കൊണ്ടുവന്നിട്ട് കർത്താവിൻ്റെ കരത്തിൽ ഇങ്ങനെ ഒഴിക്കുന്നു. ഓയിൽ ഇങ്ങനെ എൻ്റെ ഈ ഭാഗത്തോട്ട് ഓയിൽ ഒഴിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് വന്ന് എന്നെ സൗഖ്യമാക്കി. ഞാൻ ചാടി എഴുന്നേറ്റ് വൈഫിനോട് പറഞ്ഞു, എൻ്റെ കർത്താവ് വന്നു, എനിക്കിവിടെ ഓയിൽ പുരട്ടി തന്നു, എന്നെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ഞാനങ്ങനെ ആ സന്തോഷത്തിലിരിക്കുക. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും മൈഗ്രെയിൻ. വൈഫ് എന്നെ കളിയാക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളെല്ലാം പറഞ്ഞ കർത്താവ് വന്നു, സ്വപ്നത്തിൽ വന്നു, മൈഗ്രെയിൻ പോയെന്നൊക്കെ. ഞാൻ ശരി, ഞാൻ കണ്ട മൈഗ്രെയിൻ കർത്താവ് എന്നെ സൗഖ്യമാക്കുന്നത്. വീണ്ടും ഞാൻ സ്തോത്രം പറയാൻ തുടങ്ങി, വീണ്ടും ഞാൻ സ്തുതിക്കാൻ തുടങ്ങി, കർത്താവിൻ്റെ സൗഖ്യത്തിനായി സ്തോത്രം. പിശാചേ, നീ ദൈവം ഇതെടുത്ത് മാറ്റിയതാ. ഞാൻ പിശാചിനോട് കൽപ്പിക്കും, നമ്മൾ കൽപ്പിക്കണം, നീ ദൈവം എടുത്ത് മാറ്റിയതാ, നിനക്ക് ഇനി കൊണ്ടിടാൻ ഇതിൻ്റെ അകത്ത് അധികാരമില്ല. ഉണ്ടോ? ദൈവം സൗഖ്യമാക്കിയതിൽ പിന്നെ നിനക്ക് അധികാരമില്ല കൊണ്ടിടാൻ വേണ്ടി. അതുകൊണ്ട് പിശാച് നീ എടുത്തോണ്ട് പോയേ പറ്റത്തുള്ളൂ, നീ ഇത് കൊണ്ടിടാൻ പറ്റത്തില്ല. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, അത് പൂർണ്ണ സ്ഥിതിയിലോട്ട്, പൂർണ്ണ സൗഖ്യത്തിലോട്ട് പോകാനിടയായി. മനസ്സിലായോ? ദൈവം രോഗശാന്തി തരുമ്പോൾ നമ്മൾ സ്തുതിച്ചുകൊണ്ട് നടക്കണം, നമ്മൾ ആരാധിച്ചുകൊണ്ട് നടക്കണം, നമ്മൾ ക്ലെയിം ചെയ്യണം, നമ്മൾ നെഗറ്റീവ് പറയാൻ പാടില്ല. നമ്മൾ കർത്താവ് തന്ന സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യണം, നെഗറ്റീവ് പറയാൻ പാടില്ല. പിശാചിനോട് കൽപ്പിക്കണം, നീ വിട്ടുപോ, ദൈവം എന്നെ സൗഖ്യമാക്കിയതാണ്, ദൈവം എന്നെ തൊട്ടതാണ്, ദൈവനോട് സംസാരിച്ചതാണ്. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ അത് പൂർണ്ണതയിലോട്ട് കൊണ്ടുപോകാനിടയാവും. പക്ഷേ രോഗം മടങ്ങി വരാം എങ്ങനെയാണ്? നമ്മൾ വീണ്ടും പാപത്തിലോട്ട് പോയി കഴിഞ്ഞാൽ, ദൈവത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ, ദൈവത്തിനെ ധ്യാനിക്കാതിരുന്നാൽ, പ്രസൻസ് ഓഫ് ഗോഡ് നമ്മളിന്ന് മാറിക്കഴിഞ്ഞാൽ വീണ്ടും രോഗത്തിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതെപ്പോഴും ദൈവമക്കൾ ഓർത്തണം കേട്ടോ. പലരും സൗഖ്യം പ്രാപിക്കുന്നുണ്ട്, പലരും ക്യാൻസർ സൗഖ്യമാകുന്നുണ്ട്, പലരും ട്യൂമർ പോകുന്നുണ്ട്. പക്ഷേ പലരും ഇത് മടങ്ങി വന്നിട്ട് അവർ മരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം എന്താണ്? അവർ സൗഖ്യമായ ശേഷം അവർ വേൾഡിലോട്ട്, അവർ ലോകത്തിലോട്ട് ഇറങ്ങിപ്പോകുന്നു. ഹല്ലേലൂയ. എന്നെ ഇങ്ങനെ ഒരു അറബി വിളിച്ചിട്ട് പറഞ്ഞു, അറബിയല്ല, അവൻ മലയാളിയാണ്, പക്ഷേ ഒരു അറബി സ്ത്രീയെ കല്യാണം കഴിച്ച്. പക്ഷേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്താ വിഷയം? എൻ്റെ തല ട്യൂമർ. ഞാൻ പറഞ്ഞു, വരാമല്ലോ, പ്രാർത്ഥിക്കാമല്ലോ. അവിടെ ചെന്നു പ്രാർത്ഥിച്ചു. പക്ഷേ യേശു തൊട്ടു. പക്ഷേ അദ്ദേഹത്തിന് ഭാര്യ അറബി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ആരാധന എപ്പോഴും വഴിയാണ്, പഴയ സ്ഥലത്ത് തന്നെയാണ്. ക്രിസ്തുവിൽ വരാൻ താല്പര്യമില്ല. മനസ്സിലായോ? അവരൊരു അറബി സ്ത്രീയെ കല്യാണം കഴിച്ചുകൊണ്ട്, ഇവൻ കാത്തലിക്കാണ്, ഇവൻ അറബി സ്ത്രീയെ കല്യാണം കഴിച്ചുകൊണ്ട് ഇവൻ ആരാധനയ്ക്ക് പോകുന്നത് മോസ്കിലാണ്. 3 നേരം വരെ 4 നേരം 6 നേരം കൊണ്ട് നിസ്കരിക്കും. ഇവർ മോസ്കിൽ പോയി ആരാധിക്കുന്നത്. അവരുടെ രോഗശാന്തി ഫലിച്ചില്ല. കർത്താവ് രോഗസൗഖ്യം കൊടുത്തു. പക്ഷെ കൃപയെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്, ദൈവത്തിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്, ആ അനോയിന്റിങ് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്, പരിശുദ്ധാത്മാവ് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്, ദൈവോദരത്തിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് പോയത് മടങ്ങി വരുവാനിടയാവും. അവിടെ ഒരു ഡിവൈൻ അസിസ്റ്റ്മെന്റ്, ഗോഡ്സ് അനോയിന്റിങ് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ ചർച്ച് ലീഡേഴ്സ്. എപ്പോഴും നിങ്ങൾ ഓർത്തോണം, ചർച്ച് ലീഡേഴ്സിന് മാത്രമല്ല കർത്താവ് അനോയിന്റിങ് കൊടുക്കുന്നത്. ടു എക്സ്റ്റെൻസ് ടു വേരിയസ് ഏരിയയിൽ, വേരിയസ് ഷെപ്പേഴ്സ് ഓഫ് ലൈഫ്, ഇൻക്ലൂഡിങ് ബിസിനസ്സിനകത്തൊരു അനോയിന്റിങ് നമുക്ക് തരും. ഇതാരും പറയാത്ത കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. ചർച്ചിൻ്റെ മിനിസ്ട്രിക്ക് വേണ്ടി മാത്രമല്ല കർത്താവ് അനോയിന്റിങ് തരുന്നത്. നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി കർത്താവ് ഒരു അനോയിന്റിങ് തരും. നിങ്ങൾ പ്രാവശ്യമെടുക്കണം അനോയിന്റിങ്. കർത്താവ് ആ ബിസിനസ് ചെയ്യാനുള്ളൊരു അനോയിന്റിങ് എനിക്ക് വേണം. പലപ്പോഴും ബിസിനസ്സുകാരെങ്ങനെ പോകുന്നറിയാവും? തൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ച് പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും നഷ്ടമുണ്ടാകുന്നത്. ചിലത് സക്സസ് ആവും. എന്നാൽ നിങ്ങളുടെ അനോയിന്റിങ്, ദൈവത്തോട് അതിൻ്റെ ബിസിനസ് ചോദിച്ച് ദൈവത്തിൽ നിന്ന് ആ ബിസിനസ്സിൻ്റെ അനോയിന്റിങ് പ്രാപിക്കാമെങ്കിൽ, ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കാമെങ്കിൽ, ആ അനോയിന്റിങ് പ്രാപിക്കാമെങ്കിൽ, ആ ബിസിനസ് ഏറ്റവും സക്സസ് ആയിരിക്കും.
നിങ്ങളുടെ എഡ്യൂക്കേഷൻ നോക്കിക്കുക, നിങ്ങളുടെ പിള്ളേരുടെ എഡ്യൂക്കേഷൻ, നിങ്ങൾ പറഞ്ഞ എഡ്യൂക്കേഷൻ മുന്നോട്ട് പോകുന്നില്ല. പക്ഷെ കാരണം എന്താ? നിങ്ങൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള എഡ്യൂക്കേഷൻ പോകാത്തതുകൊണ്ട് അവർ സക്സസ് ആകുന്നില്ല. കുഞ്ഞുങ്ങളെ വിടേണ്ട എഡ്യൂക്കേഷൻ ദൈവത്തോട് ചോദിക്കണം, ഇവർ എന്താണ് പഠിപ്പിക്കേണ്ടത്, കർത്താവിൻ്റെ ഹിതം എന്താണ്. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ വില്ലനുസരിച്ച് പോകാൻ കുഴപ്പമൊന്നുമില്ല, ദൈവത്തിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പഠിപ്പിക്കുന്ന ദൈവത്തിനൊരു പ്രശ്നമില്ല. അപ്പം ദൈവം എഞ്ചിനീയർ ആകാൻ വിളിച്ചിട്ടുണ്ട്, നമ്മൾ ഡോക്ടറാക്കിയാലും ദൈവത്തിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആലോചന നമ്മൾ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കണം, ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ ആലോചന എന്താണ്. അപ്പം അതിൻ്റെ അകത്തൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇപ്പം നിങ്ങളുടെ കുഞ്ഞ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ, ഡോക്ടറാക്കാൻ നിങ്ങൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, എന്നാൽ ദൈവം പറയുന്നത് അവനെ ഡോക്ടറാക്കണ്ട, അവൻ്റെ ഒരു സയൻറ്റിസ്റ്റ് ആക്ക്, ദൈവത്തിന് അങ്ങനെ ആഗ്രഹമെങ്കിൽ അതിൻ്റെ അകത്തൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും, അതിൻ്റെ അകത്തൊരു അനോയിറ്റിങ് ഉണ്ടാവും. നിങ്ങൾ അതനുസരിച്ച് സ്റ്റെപ്പുകൾ വെക്കാമെങ്കിൽ അവൻ്റെ ജീവിതത്തെ, അവൻ്റെ എഡ്യൂക്കേഷനെ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ, അവരുടെ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ കർത്താവായിരിക്കും. ഹല്ലേലൂയ, നമ്മുടെ കർത്താവായിരിക്കും. എന്നാൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ എഡ്യൂക്കേഷനെ കൊച്ചിനെ വിടാമെങ്കിൽ ആ കൊച്ചിൻ്റെ കൺട്രോൾ ചെയ്യുന്നത് അതിൻ്റെ മൈൻഡും അതിൻ്റെ ബുദ്ധിയും നിങ്ങളുടെ പണവും നിങ്ങളുടെ ബുദ്ധിയൊക്കെ ആയിരിക്കും. അതിനകത്ത് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു പക്ഷേ ഡോക്ടറാകാം കേട്ടോ, അത് ആകത്തില്ലെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല, ആകാം, വേൾഡിൽ നല്ല നല്ല ഡോക്ടറാകാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദൈവത്തിൻ്റെ ഹിതം, ആ പദ്ധതികൾ നമ്മൾ മാറ്റിമറിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ആ വ്യക്തിയെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഗവൺമെൻറ് അല്ലേ, ഗവൺമെൻറ്റിന് അനോയിൻറ്റിങ് ഉണ്ട്. ഇപ്പം ഈ US ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഇപ്പം ട്രംപിൻ്റെ ഭരണമാണ്, ട്രംപാണ് പ്രസിഡൻറ്റ്. അപ്പം അതിൻ്റെ അകത്തൊരു അനോയിൻറ്റിങ് ഉണ്ട്, ദൈവം കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രസിഡൻ്റാണ്. ഞാൻ ഏകദേശം ഒരു 4 വർഷത്തോളം ഞാൻ ട്രംപിന് വേണ്ടി ഇവിടെ പല സ്റ്റേറ്റുകളിൽ യാത്ര ചെയ്ത് പ്രാർത്ഥിക്കുവാനിടയായി. അപ്പം നിങ്ങളുടെ അടുത്ത ഗവൺമെൻറ്, നമ്മുടെ ഇന്ത്യയിലെ ഗവൺമെൻറ് ആരാണ് അടുത്ത പ്രധാനമന്ത്രി, ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണം അതിൻ്റെ അകത്തിരിക്കാൻ. ഓക്കെ, കറപ്റ്റഡ് ഉണ്ടായിരിക്കാം, കുഴപ്പങ്ങളുള്ള ആളായിരിക്കും, പക്ഷേ ദൈവത്താൽ അനോയിൻറ്റഡ് ആയിട്ടുള്ള, ദൈവം കൊണ്ട് ഇരുത്തുന്ന വ്യക്തിയാണെങ്കിൽ ആ രാജ്യത്തിനും ക്രിസ്ത്യൻസിനും ഏറ്റവും അനുഗ്രഹമായിരിക്കും. ഇപ്പം ട്രംപിൻ്റെ ഭരണം അങ്ങനെ പറയാം, ട്രംപിൻ്റെ ഭരണം ഉള്ളതുകൊണ്ട് ക്രിസ്ത്യൻസിന് വലിയ പ്രശ്നമില്ല ഇവിടെ. എന്നാൽ ട്രംപിൻ്റെ ഭരണം പോകുമ്പോൾ പിശാചും അവൻ്റെ ശക്തികളും അവൻ്റെ ആൾക്കാരും എഴുന്നേൽക്കുവാനിടയാവും. പ്രോസിക്യൂഷൻ തുടങ്ങും. നമ്മൾ വിചാരിക്കുന്ന ഒരു സ്മൂത്തായിട്ട് ഇവിടെ പോകത്തില്ല, US സ്മൂത്തായിട്ട് പോകത്തില്ല. ഭയങ്കരമായ പൈശാചിക ആക്രമണങ്ങളായിരിക്കും ക്രിസ്ത്യാനികൾക്കെതിരെ, പാസ്റ്റേഴ്സിനെതിരെ, ചർച്ചുകൾക്കെതിരെ ഭയങ്കര പ്രോസിക്യൂഷൻ ആരംഭിക്കുവാനിടയാവും. അത് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അതുപോലെയാണ് ഇന്ത്യയിലും. നിങ്ങൾക്ക് ദൈവഹിതപ്രകാരമുള്ള ഗവൺമെൻറ് വരെ നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലെ അവരെ കൺട്രോൾ ചെയ്യേണ്ട ദൈവമായിരിക്കണം. സോ whenever God calls someone, He anoints them to succeed. അപ്പോൾ ദൈവം ഒരാളെ പരിശുദ്ധാത്മാവ് നിറച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിയമപ്രകാരം നടത്തുമ്പോൾ അതിൻ്റെ അകത്തൊരു സക്സീഡ്, അതിൻ്റെ അകത്തൊരു വിജയം ദൈവം കൊടുക്കുവാനിടയാവും. ആ വിജയത്തിനോട് വേണം ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകം സഭാ നേതാക്കൾക്ക് മാത്രമുള്ളതല്ല, അത് ബിസിനസ്സിൽ ഉപയോഗിക്കാം, വിദ്യാഭ്യാസത്തിൽ ഉപയോഗിക്കാം, ഗവൺമെൻറ് തലത്തിൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഈ അഭിഷേകത്തെ ഉൾക്കൊള്ളുവാൻ നമ്മൾ റെഡിയാണെങ്കിൽ ദൈവം അതിൻ്റെ അകത്ത് ഇറങ്ങി പ്രവർത്തിക്കുവാനിടയാം. ദൈവം ആരെങ്കിലും എവിടെ വെച്ച് വിളിച്ചു കഴിഞ്ഞാൽ അവരെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് അഭിഷേകം തരുന്നത്, വിജയിപ്പിക്കാൻ വേണ്ടി. നമ്മുടെ അഭിഷേകത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇപ്പം പാസ്റ്റർ സംഖ്യയോട് ഞാൻ നേരത്തെ പറയാനുണ്ടായി, കർത്താവ് വന്നിരിക്കുന്ന കൃപ കളയരുത്, ആ അഭിഷേകം, എന്താണ് വർഷിപ്പ്, അതിൻ്റെ അകത്തൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്, കളയാൻ പാടില്ല, അത് കണ്ടിന്യൂ ചെയ്യണം. കാരണം അതിൻ്റെ അകത്തൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്, അതിൻ്റെ അകത്തൊരു അനോയിൻറ്റിങ് ഉണ്ട്, അതൊരിക്കലും നമ്മൾ കളയാൻ പാടില്ല. നമ്മൾ നിൽക്കുന്ന ഓഫീസിൽ നിന്ന് നമ്മൾ ചാടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊട്ടക്ഷൻ പോയി. എന്നെ ദൈവം ഒരു അഭിഷേകത്തിൽ നിർത്തിയിരിക്കുകയാണ്, അല്ലേ, എന്നെ ഒരു ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു വെച്ചിരിക്കുക. ആ അഭിഷേകത്തിൽ നിന്ന് ഞാൻ മാറി മറ്റൊരു തരത്തോട്ട് പോയി കഴിഞ്ഞാൽ, മണ്ഡലത്തോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ പ്രൊട്ടക്ഷൻ, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ പോയി. അപ്പം ന്യൂ ടെസ്റ്റ്മെന്റ് ഷിഫ്റ്റ് മീൻസ് that meaning of anointing is no longer limited to chosen few, but is available to all who surrender to God's will. അതാണ് പറയുന്നത്. അപ്പോൾ every believer has access to divine empowerment, ensuring they can fulfill their God given mission with confidence and authority. അപ്പോൾ ഈ പുതിയ നിയമത്തിലെ
അനോയിന്റിങ് നമ്മൾ അർത്ഥമാക്കുന്നത്, ആ അഭിഷേകത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം ചിലരിൽ മാത്രമല്ല, അത് പരിമിതിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ദൈവഹിതത്തിന് കീഴടങ്ങുന്ന എല്ലാവർക്കും, അതായത് രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും, യേശുവിനെ സ്വീകരിക്കുന്ന എല്ലാവർക്കും അത് ലഭ്യമാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ ഓരോ വിശ്വാസിക്കും ആ ദൈവിക ശക്തീകരണം, അതിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം അവസരം തന്നിരിക്കുക. അത് ഗവൺമെൻറ് തലത്തിലായിരിക്കും, വിദ്യാഭ്യാസ മണ്ഡലത്തിലായിരിക്കും, അത് നിങ്ങളുടെ ചർച്ച മണ്ഡലത്തിലായിരിക്കാം, ജോലി മണ്ഡലത്തിലായിരിക്കാം. അപ്പോൾ അതിനകത്തോട്ട് നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചിരിക്കാം. ഈ നഴ്സുമാരെ കുറിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കാരണം അവർക്ക് നിങ്ങളിൽ അഭിഷേകം ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ചോദിക്കാമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേരുടെ സുവിശേഷം പറയാൻ പറ്റും. നിങ്ങൾക്ക് ഒരുപാട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. നിങ്ങൾ മിറക്കിൾസ് കാണും. ഹല്ലേലൂയ. അത് നിങ്ങൾ ഒരു ജോലി ഏറ്റെടുത്ത് പോയി ചെയ്ത് മടങ്ങി വരുന്നതിനേക്കാൾ അപ്പുറമായിട്ടൊരു പാഷനായിട്ട് അത് നിങ്ങൾ ആത്മാർത്ഥതയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് നിങ്ങൾക്കൊരു അഭിഷേകത്തിൽ നിങ്ങൾ പോകാമെങ്കിൽ ഒരുപാട് പേര് നിങ്ങളെ വിളിക്കുവാനിടയാവും, ഒരുപാട് രോഗികൾ നിങ്ങൾ സംസാരിക്കുവാനിടയാവും, ഒരുപാട് പേരെ നിങ്ങൾക്ക് ആശ്വസിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ആശ്വസിപ്പിക്കണം, ആ അഭിഷേകത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. അപ്പോൾ ആത്മവിശ്വാസത്തോടുകൂടി, അധികാരത്തോടുകൂടി അത് നിറവേറുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്കില്ലാത്ത കഴിവ് ദൈവം നമുക്ക് കഴിവ് തന്ന് അതിനെ ഉറപ്പിച്ച് നമ്മളെ ഉപയോഗിക്കാനിടയാവും. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞപ്പോഴും. നമ്മൾ കഴിവില്ലാത്തവരാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ കഴിവുള്ളവരാ. എപ്പോഴാണ്? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു. സോ ആ പോയിന്റ് ഞാൻ വിടുകയാണ്. ഈ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഹൗ ടു വാക്ക് ഇൻ ദ ഗോഡ്സ് അനോയിന്റിങ് ഓർ റിസീവിങ് അനോയിന്റിങ് ഈസ് എ ഡിവൈൻ ഗിഫ്റ്റ്, അല്ലേ? ബട്ട് വാക്കിംഗ് ഇൻ ദ റിക്വയർസ് ഇൻഷ്വാലിറ്റി എന്ന് പറയുന്നത്. അതായത് മെനി ബിലീവേഴ്സ് എക്സ്പീരിയൻസ് മൂവ്മെന്റ്സ് ഓഫ് സ്പിരിച്വൽ എംപവർമെന്റ് ബട്ട് സ്ട്രഗിൾ ടു മെയിൻറ്റെയിൻ ഇൻ ദെയർ ഡെയിലി ലൈഫ്. അതായത് what does mean to be anointed by God if we don't fully embrace and steward that anointing? അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കുന്നത് ഒരു ദൈവിക ദാനമാണെന്ന് ഓർക്കണം. ഇത് ഗിഫ്റ്റാണ്, ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു കേട്ടോ. സ്നാനപ്പെട്ടു 98 രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ദൈവം എന്ത് ചെയ്തു? എനിക്ക് അഭിഷേകം തന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടതിന് മുന്നേ എനിക്ക് അഭിഷേകം ദൈവം തന്നു. അത് ഞാൻ പറഞ്ഞു, യേശുവിനെ കണ്ടു. ഞാൻ സ്വപ്നത്തിൽ യേശുവിനെ കണ്ടു. യേശു വന്ന് എനിക്ക് പാപബോധം തന്നു. ഞാൻ എഴുന്നേറ്റു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ ഉറക്കത്തിൽ ദൈവം വീണ്ടും എഴുന്നേൽപ്പിച്ചു. അപ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ കേട്ടോ എഴുന്നേറ്റു. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്നു, പരിശുദ്ധാത്മേൽ വന്നു. എല്ലാ കൃപാവരങ്ങളും നടക്കുവാനിടയായി. അപ്പം രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ദൈവം എനിക്ക് ദാനമായി ചെന്നല്ല. പക്ഷെ അതിന് നടക്കുവാനൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. നോക്കിയേ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്, പരിശുദ്ധാത്മാവ് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് നടക്കുവാൻ നമ്മൾ പഠിക്കണം, അതിൻ്റെ അകത്ത് നമ്മൾ നിൽക്കുവാൻ പഠിക്കണം. അന്ന് ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. ദൈവവചനം ശക്തമായി വചനം വായിച്ചെങ്കിൽ പഠിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും പലരെയും കുറ്റം പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട്, നോക്കിയ പുള്ളി ഭയങ്കര കൃപാവരെ ശുശ്രൂഷിക്കാം, പക്ഷേ ജീവിതം കൊള്ളത്തില്ല. നമ്മൾ പറയാറില്ല ജീവിതം കൊള്ളത്തില്ല. നമ്മൾ പലരെ സാമ്പിൾ കാണിക്കാറുണ്ട്, പലരെയും നമ്മൾ പറയാറുണ്ട്, നോക്കി അവരൊക്കെ ചെയ്യുന്ന ഭയങ്കര അത്ഭുതങ്ങളാണ്, അടയാളങ്ങളൊക്കെയാണ്, പ്രവചിക്കുന്നുണ്ട്, പക്ഷേ അവരുടെ പേഴ്സണൽ ലൈഫില്ല അവർക്ക്. ശരിയാ, കറക്റ്റാത്. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ വലിയ മിറക്കിൾസും അതൊക്കെ നടക്കും, പക്ഷേ പേഴ്സണൽ ലൈഫ് ഇല്ലെങ്കിലും നടക്കും. കാരണം എന്താണ്? ദൈവം അവർക്ക് കൃപയും കൃപാവരങ്ങളും കൊടുത്ത ശേഷം അത് പിൻവലിക്കുന്നില്ല. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം തന്നിരിക്കുന്ന താലന്തുകളും ദൈവം തന്നിരിക്കുന്ന കൃപയും കൃപാവരങ്ങളും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എങ്ങനെയാണ്? അനുദിനം നമ്മൾ പ്രാർത്ഥിക്കുകയും അനുദിനം ദൈവമായിട്ട് നടന്ന് നമ്മൾ പശ്ചാത്താപിക്കുകയും പാപബോധം വരുത്തുകയും നമ്മൾ ദൈവദിനം വായിക്കുകയും നമ്മൾ ഉപവസിക്കുകയൊക്കെ ചെയ്ത് ദൈവത്തോട് കൂടെ നടന്ന് നമ്മൾ പരിശുദ്ധാത്മാവിൽ തന്നെ എപ്പോഴും ആയിരിക്കണം.
പരിശുദ്ധാത്മാവിൽ തന്നെയായിരിക്കണം വിശ്വാസികളും ദൈവദാസന്മാരും ആ ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഈ ഗിഫ്റ്റ് നമ്മളെ കൊല്ലും. നമ്മൾ ക്യാരക്ടർ ശരിയല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഗിഫ്റ്റ് നമുക്കത് മരണത്തിനിടയായി ചുരും. നമ്മളെ കൊല്ലും ഈ ഗിഫ്റ്റ്. അപ്പൊ വചനത്തിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് പലരെയും കൊല്ലും. എങ്ങനെയാണ്? ഈ ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്ത് പലരും നടക്കും. പക്ഷെ അവരുടെ ക്യാരക്ടർ, മോറൽ ലൈഫ് ശരിയല്ലെങ്കിൽ അവർക്കത് മരണത്തിന് കാരണമായി. അപ്പൊ ആത്മീയമായ ഒരു ശക്തീകരണത്തിന്റെ അനുഭവ നിമിഷങ്ങൾ അനുഭവിക്കുന്നു. പക്ഷേ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അത് നിലനിർത്തുവാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പലരും നമ്മൾ ചിന്തിക്കുമ്പോൾ അറിയാം, നിലനിർത്താൻ പറ്റുന്നില്ല. സാഹചര്യം കൊണ്ട് ചിലപ്പോൾ ദേഷ്യം ഉണ്ടാകും. അതല്ല, എപ്പോഴും ആങ്കരിപ്പെട്ട് നടക്കുന്നുണ്ട്, ദേഷ്യപ്പെട്ട് നടക്കുന്നുണ്ട്. ചില പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പാസ്റ്റർ വീട്ടിലൊരു പാസ്റ്ററാണ്, ചർച്ചിൽ വേറൊരു പാസ്റ്ററാണ്. മനസ്സിലായോ? അങ്ങനെയല്ല, വീട്ടിൽ നടക്കുന്ന തന്നെ ആയിരിക്കണം ചർച്ചിൽ നടക്കണ്ട അല്ലേ? രണ്ട് ക്യാരക്ടറാണ്. എൻ്റെ 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 ഹസ്ബൻഡ് വീട്ടിൽ വേറെ മനുഷ്യനാണ്, പുള്ളി ചർച്ചിലോട്ട് വന്ന വേറെ മനുഷ്യനാണ്, പുള്ളി ഭയങ്കര ആത്മീയനാണ്. നമ്മളിപ്പോൾ എല്ലാം പറയാറുള്ളത് നോ അങ്ങനെ ആകാൻ പാടില്ല. അപ്പം മെയിൻറ്റെയിൻ ചെയ്യണം. വീട്ടിൽ തന്നെ ആയിരിക്കുന്ന വ്യക്തി ആയിരിക്കണം ചർച്ചിലായിരിക്കുന്ന വ്യക്തി ആയിരിക്കണം വീട്ടിൽ. അപ്പം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് മാറ്റിയെങ്കിൽ മാത്രമേ അത് മാറത്തുള്ളൂ. അപ്പം നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ പരിപാലിക്കണം. നമ്മുടെ പരിശുദ്ധാത്മാവിനെ നമ്മൾ പരിപാലിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ അതിനെ നിലനിർത്തുവാൻ നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാലും നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ നടക്കുക അവിടുത്തെ ഒരു ഇച്ഛയായിരിക്കുന്നതിനാൽ, അവിടുത്തെ ഹിതമായിരിക്കുന്നതിനാൽ നമ്മുടെ ജീവിതം കൂടെ ക്രമീകരിച്ചെങ്കിൽ മാത്രമേ ആ കർത്താവിന് പൂർണ്ണമായി നമ്മൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്താണ്? നമ്മളെ അനുദിനം കഴുകുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക, പശ്ചാത്താപിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക. If you are ever that, അങ്ങനെ ഒരു കോളിംഗ് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ പശ്ചാത്തപിക്കണം. അപ്പം കാരണം കർത്താവിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, പ്ലാനുണ്ട്. Many have wondered have you lost the sight of your God given destiny. പലർക്കും ഇപ്പോഴും അറിയത്തില്ല ദൈവം എന്തിനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ തന്നെ ദൈവത്തോട് ചോദിക്കണം, കർത്താവ് നീ എന്തിനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്? ആ ഒരു ഡെസ്റ്റിനി നമുക്ക് ഉണ്ടാവണം, ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവണം. പലപ്പോഴും ഞാൻ ചോദിക്കണം, യേശുവാരാ? പല വിശ്വാസികൾക്ക് അറിയത്തില്ല യേശുവാരാന്ന്. യേശു ദൈവമാണെന്ന് പറയാൻ അവർക്ക് അറിയത്തില്ല. പരിശുദ്ധാത്മാവ് ആരാ? പലർക്കും അവർക്ക് അറിയത്തില്ല. പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് അവർക്ക് അറിയത്തില്ല. പിതാവാൻ ദൈവം ആരാ? പിതാവാൻ ദൈവമാണെന്ന് എല്ലാവർക്കും അറിയാം. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് അവർക്ക് അറിയത്തില്ല. ഒന്നാണെന്ന് അവർക്ക് അറിയത്തില്ല. അവിടെ നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി എന്നാന്ന് നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരും ചോദിച്ചോണ്ടിരിക്കും. അനോയിന്റിംഗ് ഇസ് നോട്ട് എ വൺ ടൈം എവന്റ് ബട്ട് ആൻ ഓൺഗോയിങ് ജേർണിയാണത്. അനോയിന്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഒറ്റ വിളിയല്ല ഉള്ളത്. നമ്മൾ മരിക്കുന്നവരെ, ഇനി മരിച്ചാൽ അവിടെ ചെന്നാലുണ്ട് കേട്ടോ, പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മൾ അവിടെ ചെന്നാലും ദൈവസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഓൺഗോയിങ് വിളി ഉണ്ടായിരിക്കണം. ഏതാ? കൂടെ നടന്ന് റിവീൽ ചെയ്ത് നമ്മൾ പരിശുദ്ധാത്മാവിൽ വളർന്നുകൊണ്ടിരിക്കണം. നിങ്ങളുടെ വിളിയിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അകന്നതായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ദൈവ ഉദ്ദേശത്തിനായി ഏൽപ്പിച്ചു കൊടുക്കണം. പലരും വിളിയിൽ നിന്ന് അകന്നു പോകുവാനിടയായി. എന്നോട് കർത്താവ് പറഞ്ഞതെന്നറിയാവും, ജാതികളെ ഇപ്പോൾ നോക്കണ്ട, നീ റീസ്റ്റോർ ചെയ്യാൻ പറഞ്ഞു. എൻ്റെ ദൈവജനത്തെ റീസ്റ്റോർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? റീസ്റ്റോർ ചെയ്യാൻ. അപ്പം അങ്ങനെ ഒരു മിനിസ്ട്രി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവജനത്തിൻ്റെ ഇടയിൽ ഞാൻ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാണ്? റീസ്റ്റോർ ചെയ്യുവാൻ. കാരണം അവരെ ദൈവസ്നേഹത്തോടെ മടക്കി കൊണ്ടുവരണം. അവർക്ക് നഷ്ടപ്പെട്ടു പോയ അഭിഷേകം പകർന്നു കൊടുക്കണം. അവർക്ക് പാപബോധം ഉണ്ടാക്കണം. അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരെ വെളിപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ റീസ്റ്റോർ ചെയ്യുന്നൊരു മിനിസ്ട്രി ഇപ്പോൾ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കാം ഈ കാലഘട്ടങ്ങളിൽ. അതുകൊണ്ട് ശക്തമായ മറഞ്ഞിരിക്കുന്ന പാവങ്ങളൊക്കെ ദൈവം വെളിപ്പെടുത്തി തരും. അവരുടെ ശക്തമായ മറഞ്ഞിരിക്കുന്ന രോഗങ്ങൾ വെളിപ്പെടുത്തി വരും. ഈവൻ പാസ്റ്റേഴ്സ് വിളിക്കാറുണ്ട്, പാസ്റ്റേഴ്സ് ഭവനത്തിൽ വരാറുണ്ട്. അവരുടെ മേൽ അഭിഷേകം കുറഞ്ഞു പോയി. അവർ അഭിഷേകത്തിനുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവർക്ക് അഭിഷേകം കുറഞ്ഞു കൊടുക്കുന്നു. കാരണം എന്താണ്? ഒരു റീസ്റ്റോറിങ്. അപ്പോൾ ദൈവം ഈ കാലഘട്ടങ്ങളിൽ നമ്മളെ ആഗ്രഹിക്കുന്നത്, നമ്മളെ വിളിച്ചതിന് വേണ്ടിയാണ്. എന്തുദ്ദേശത്തോടെയാണ് ദൈവസ്ഥാനത്തിൽ വന്നത്? ആ തീക്ഷ്ണതയോടെ മടങ്ങി വരാൻ കർത്താവ് ആഗ്രഹിക്കും. റീസ്റ്റോർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അനേകർ ഇപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അപ്പോൾ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ വിധി, ആ കാഴ്ച, ആ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോകാതെ ആ ദൈവസന്നിധിയിൽ അത് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ വീണ്ടും മടങ്ങി വരുവാൻ ദൈവടേക്കും. പാപം ദൈവത്തിന് വിഷയമുള്ള കാര്യമല്ല. നിങ്ങൾ മാനസാന്തരപ്പെട്ട ദൈവം പാപം ക്ഷമിക്കും. അനോയിന്റിങ് പോയെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ ഉള്ളിൽ അനോയിന്റിങ് ഉണ്ട്. അത് നിങ്ങളെ മടക്കിക്കൊണ്ടിരും.
ശക്തിയോടെ മടക്കിക്കൊണ്ടുവരും. നിങ്ങൾ പ്രാർത്ഥനാശീലമല്ല, നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾ ധ്യാനിക്കാൻ പറ്റുന്നില്ല, വചനം ധ്യാനിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളൊന്ന് മടങ്ങി വന്നാൽ മതി, നിങ്ങളൊന്ന് സറണ്ടർ ചെയ്താൽ മതി. നിങ്ങളൊന്ന് ഈൽഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദൈവം മടക്കി കൊണ്ടുവരുവാനിടയും. മടക്കി കൊണ്ടുവരും ചെയ്യും. വേൾഡ് ഒന്ന് ക്ലോസ് ചെയ്താൽ മതി. ദൈവസ്ഥലത്ത് അല്പസമയം സ്പെൻഡ് ചെയ്താൽ മതി. അല്പം ദൈവത്തെ വർഷിപ്പ് ചെയ്യാൻ ഇരുന്നാൽ മതി. ദൈവത്തിൻ്റെ വലിയ ആ നവീകരണത്തിനായി ഈ അന്ത്യനാളിൽ ദൈവം നമ്മൾ ഉപയോഗിക്കുവാൻ, അന്ത്യനാൾ കർത്താവിൻ്റെ ഗാഹം കേൾക്കുവാൻ, നമ്മളെ പ്രാപ്തരാക്കി തീർക്കുവാൻ ദൈവം നമ്മളെ അനോയിറ്റികൾ നിറയ്ക്കുവാനിടയാം. ഹല്ലേലൂയ. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. സോ നമ്മൾ ചില ഈ ഒരു 2-3 പോയിന്റ് നോക്കിയിട്ട് പ്രാർത്ഥിക്കാൻ. കാരണം എനിക്കറിയാം ഒരുപാട് രാത്രിയായവിടെ. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നട്ടു വളർത്താനും പരിപാലിക്കുവാനും ഉള്ള വഴികൾ എന്തെല്ലാം വന്നോടെ 2-3 പോയിന്റുകൾ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഹല്ലേലൂയ. അപ്പോൾ സീക്ക് ഇൻറ്റിമസി. സീക്ക് ഇൻറ്റിമസി വിത്ത് ഗാഡ്. നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവമായിട്ടൊരു ഡീപ്പായിട്ടൊരു റിലേഷൻഷിപ്പ്. ഗോഡ് അലോ ഹിസ് സ്പിരിറ്റ് ടു വർക്ക് ത്രൂ യു. ദൈവമായിട്ടൊരു ഡീപ്പായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ എപ്പോഴും സെൻസ് ചെയ്യണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എപ്പോഴും സെൻസ് ചെയ്യണം. ദൈവത്തിൻ്റെ ശബ്ദം എപ്പോഴും സെൻസ് ചെയ്യണം. ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നിങ്ങൾ സെൻസ് ചെയ്യണം നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന്. ഡീപ്പായിട്ട് ഇൻറ്റിമസി ഉണ്ടാക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ വർഷം 2 ദിവസമായിട്ട് എനിക്കൊരു യേശുവിൻ്റെ പ്രസൻസ് കിട്ടുന്നില്ല. പരിശുദ്ധാത്മാവുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ വർഷിപ്പ് ചെയ്യുമ്പോൾ എല്ലാം പരിശുദ്ധാത്മ വരും. ഞാൻ വിളിച്ച പരിശുദ്ധാത്മ വരും, ചോദിച്ച പരിശുദ്ധാത്മ സംസാരിക്കുന്നുണ്ട്. പക്ഷേ യേശുവിൻ്റെ ഒരു സാന്നിധ്യം കിട്ടുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ 2 ദിവസം ഇങ്ങനെ വിഷമിച്ച് നടക്കുക. കർത്താവ്, യേശുവിൻ്റെ ഒരു സാന്നിധ്യം എനിക്ക് കിട്ടുന്നില്ല. പരിശുദ്ധാത്മാവുണ്ട് കേട്ടോ, യേശു തന്നെയാണ് പരിശുദ്ധാത്മ. എന്നാലും നമുക്ക് 2-3 പേരുടെ കൂടെ നാളിൽ യേശു വരും എന്നാണ് വാക്തത്വം. എന്നാൽ വെയിറ്റിംഗ് അപ്പോൺ ദ ലോർഡ്. നമ്മൾ ചില സമയത്ത് കർത്താവിനോട് തോന്നി കർത്താവ് നമുക്ക് ഇറങ്ങി വരും. യേശു തന്നെ ഇറങ്ങി വരും നമുക്ക് വേണ്ടി. അപ്പോൾ ഞാനിങ്ങനെ 2 ദിവസമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്ക് കർത്താവെ അങ്ങ് കുറച്ച് ദിവസമായിട്ട് യേശുവിൻ്റെ സാന്നിധ്യം മനസ്സിലാകുന്നില്ലല്ലോ. അപ്പം ഒരു 3 ദിവസം 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫാമിലി ഇവിടെ വാൾമാർട്ട് എന്ന് പറഞ്ഞൊരു മാർക്കറ്റുണ്ട്, ലുലു സെൻ്ററൊക്കെ പോലെയാണ്. നമുക്ക് നാട്ടിലെ ലുലു, കൊച്ചി ലുലു, ഇപ്പോൾ കോട്ടയത്ത് കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ അവർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ അവരെന്നെ വിളിച്ചു, വരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പൊക്കോളാൻ പറയും. അപ്പോൾ അവരെന്ത് ചെയ്തു? വൈഫും മക്കളൂടെ അവർ പർച്ചേസ് ചെയ്യാൻ പോയി. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെയുള്ളൂ. അപ്പോൾ ഞാൻ പയ്യെ ചെന്നിട്ടൊരു TV ഓപ്പൺ ചെയ്തിട്ട് ഞാനൊരു വർഷിപ്പ് സോങ് ഇട്ടേക്കുന്നത്. വർഷിപ്പ് സോങ് ഇവിടെ ഫസ്റ്റ് ഞാൻ വർഷിപ്പ് സോങ് ഇട്ട്, നല്ല ഹോളി സ്പിരിറ്റ് വർഷിപ്പ് സോങ്. സൈലൻ്റ് ആയിട്ട് വെച്ച്, സൈലൻ്റ് ആയിട്ട്, ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ബഹളമൊന്നും ഇല്ലാത്തൊരു വർഷിപ്പ് സോങ്. നല്ല സൈലൻ്റ് ആയിട്ട് വെച്ചു. പാട്ട് ഇങ്ങനെ പാടിക്കണം, ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ അലയിച്ചുകൊണ്ടിരിക്കുക. നല്ല സൈലൻറ്റ് വർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ എനിക്ക് ചെറുതായിട്ട് വൈകുന്നേരമായി, സന്ധ്യാസമയം, എനിക്ക് വിശക്കുന്നുമുണ്ട്. ഞാൻ വൈകി എന്ത് ചെയ്തു? കിച്ചണിലോട്ട് പോയി എന്നാൽ പിന്നെ ഒരു ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കാം. എനിക്ക് ഓംലേറ്റ് ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. അപ്പോൾ ഞാൻ പോയി കിച്ചണിൽ പോയിട്ട് ഒരു ഓംലേറ്റ് ഉണ്ടാക്കാമെന്നൊക്കെ വെച്ച് അതിൻ്റെ സൈഡൊക്കെ അരിഞ്ഞു. പെട്ടെന്ന് യേശുവിൻ്റെ സാന്നിധ്യം, പെട്ടെന്ന് എൻ്റെ കിച്ചണിൽ എൻ്റെ പുറകിൽ യേശുവിൻ്റെ സാന്നിധ്യം. ഓ താങ്ക് യു ജീസസ്. ഞാൻ തിരിഞ്ഞു നോക്കുകയും യേശു, ഹല്ലേലൂയ. ഒറ്റ ശബ്ദം കേട്ട്, എൻ്റെ മകനെ. ഓ താങ്ക് യു, എൻ്റെ മകനെ. ഞാൻ അവിടെ കിടന്ന് നിലവിളിച്ച് കരഞ്ഞ് കുറേ നേരം ആ ദൈവസന്നിധിയെ സ്തുതിച്ച് എൻ്റെ വിശപ്പും പോയി, എല്ലാം പോയി, ദൈവസന്നിധി ഇരിക്കുവാനിടയായി. എൻ്റെ മകനെ എന്ന ശബ്ദം കേട്ടപ്പോഴത്തേക്ക് നോക്കിയാൽ നമ്മൾ കാത്തിരുന്ന കർത്താവ് വരും കേട്ടോ. നിങ്ങൾ ഡോക്ടറേക്ക് പോകണമെങ്കിൽ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം. നിങ്ങൾ ആ ഡോക്ടറെ കാത്തിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഡോക്ടറെ കാണാൻ പറ്റൂ. ചുമ്മാ ഓടിക്കുന്ന ഡോക്ടറെ ഒന്നും കാണാൻ പറ്റില്ല. പറ്റുമോ? ഇവിടെയൊക്കെ എത്രയോ നാളുകൾക്ക് മുന്നേ അപ്പോയിൻമെൻറ്റ് എടുക്കണമെന്ന് ഡോക്ടറെ കാണണമെങ്കിൽ. നിങ്ങൾ ആ സമയത്ത് പോകണം, അവിടെ പോയി ഇരിക്കണം. ആപ്ലിക്കേഷൻ കുറേ ഫോം ഉണ്ട്, എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഡോക്ടറെ വേണ്ടി കാത്തിരിക്കണം. നിങ്ങൾ പല്ല് പറിക്കാനോ അല്ല എന്തെങ്കിലും രോഗമായിക്കോട്ടെ, കാത്തിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മ നമ്മുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ യേശുവിന് വേണ്ടി കാത്തിരിക്കണം. വെയിറ്റിംഗ് അപ്പോൺ ദ ലോർഡ്. യേശുവിന് വേണ്ടി കാത്തിരുന്നെങ്കിൽ മാത്രമേ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വരത്തുള്ളൂ. നിങ്ങൾക്കൊരു മിറക്കിൾസ് വേണം, യേശുവിനെ വിളിക്കണം. യേശു എന്നെ വന്നേ പറ്റത്തുള്ളൂ, എന്നെ സൗഖ്യമാക്കിയേ പറ്റത്തുള്ളൂ. നിങ്ങൾക്കൊരു വിടുതൽ ആവശ്യമാണ്, യേശുവിനോട് പറഞ്ഞു, കർത്താവേ നീ വന്ന് എന്നെ ഒന്ന് വിടുവിച്ചേ പറ്റത്തുള്ളൂ. 12 വർഷമായിട്ട് രക്തസ്രാവമുള്ള സ്ത്രീ എത്ര നാൾ നടന്നു അല്ലേ? 12 വർഷം. ഹല്ലേലൂയ. അപ്പോൾ യേശുവിന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങൾ പറയാം, ഓരോ നിമിഷം കൊണ്ട് പറയുക, കർത്താവ് എൻ്റെ മുറിക്കകത്ത് ഇറങ്ങി വന്നേ പറ്റത്തുള്ളൂ, ഇന്ന് എന്നെ തൊട്ടേ പറ്റത്തുള്ളൂ, എന്നെ സൗഖ്യമാക്കിയേ പറ്റത്തുള്ളൂ, എനിക്കൊരു ഡെലിവറൻസ് തന്നേ പറ്റത്തുള്ളൂ. കർത്താവ് നിങ്ങളെ സഹായിക്കും. അത് യേശു പറഞ്ഞു, എന്താണ്? ഐ ആം ദ വൈൻ, യു ആർ ദ ബ്രാഞ്ചസ്. ഇഫ് യു റിമെയിൻ മീ അല്ലേ, ആൻഡ് ഇൻ യു, യു വിൽ ബിയർ മച്ച് ഫ്രൂട്ട്. അപ്പം കർത്താവിൻ്റെ കൂടെ ദൈവമായി അടുപ്പമുണ്ടെങ്കിൽ മാത്രമേ അത്ഭുതം നടക്കത്തുള്ളൂ.
ദൈവമായിട്ടുള്ള ആത്മീയ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മിറക്കിൾസ് നടക്കത്തുള്ളൂ. അപ്പം നിങ്ങളോട് പ്രവർത്തിക്കാൻ അവിടുത്തെ ആത്മാവിനെ അനുവദിച്ചു കൊടുക്കുക. അതാണ് നമുക്ക് വേണ്ട ഒന്നാമത്തെ പോയിന്റ്. യേശു പറഞ്ഞു, ഞാനാണ് മുന്തിരിവള്ളി, നിങ്ങൾ ശാഖകളാണ്, കൊമ്പുകളാണ്. എന്നിൽ വസിക്കാതെ നിങ്ങൾക്ക് ഫലം വായിക്കാൻ സാധ്യമല്ല, ഫലം പുറപ്പെടുവിക്കാൻ സാധ്യമല്ല. അപ്പോൾ യേശുവിൽ നമ്മൾ വസിക്കുക, നമ്മളിൽ യേശു വസിക്കണം. എങ്കിൽ മാത്രമേ യേശുവിനോട് അടുത്തു ചെല്ലാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ആ ശക്തി നിങ്ങളിൽ ഒഴുകട്ടെ. ഞാൻ കൂടുതൽ നിർത്തിയാണ്. ശക്തി ഒഴുകട്ടെ, ഹോളി സ്പിരിറ്റ് അനോയിന്റിംഗ് ഒഴുകട്ടെ. കർത്താവുമായിട്ട് ഒരു 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 പുതിയ ഒരു ഉടമ്പടി ഉണ്ടാകട്ടെ. കർത്താവിനോട് പറ, ഞാൻ ഇനി മുതൽ അധികം വചനം ധ്യാനിക്കും, ഇനി മുതൽ അധികം വചനം പഠിക്കും, ഇനി മുതൽ വചനം ധ്യാനിക്കും, പഠിക്കും, വർഷിപ്പ് ചെയ്യും. ഞാൻ ഒരു ഹോളി ലൈഫിന് വേണ്ടി ഞാൻ ശ്രമിക്കും. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കണം. നിങ്ങൾ ഹോളി ലൈഫിന് വേണ്ടി സഹായിക്കും ദൈവം. അങ്ങനെ ആ ദൈവത്തിൻ്റെ ക്ലിയറൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ വർദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിളി, കോളിംഗ് നിങ്ങളിൽ മനസ്സിലാക്കിയ ദൈവം തരും. അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. എനിക്കറിയാം അവിടെ ഒരുപാട് രാത്രിയാകൊണ്ട് ഞാനിവിടെ നിർത്തുക. ഹല്ലേലൂയ. എനിക്ക് 10 മണിയായി തോന്നുന്നു. സ്വന്തം നിർത്തുക. മുന്നോട്ട് പോകുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ നിർത്തുക. ഞാനിപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന് മുന്നായിട്ട് നമുക്ക് എല്ലാവരും എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാൽ, കർത്താവേ, ഞങ്ങളുടെ ദിവസങ്ങളോട് അടുത്ത് വരികയാണ്, ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ഡെലിവറൻസ് ആവശ്യമാണ് കർത്താവേ. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ, എൻ്റെ ആത്മീയ മണ്ഡലത്തിൽ, എൻ്റെ ചർച്ചിൽ, എല്ലായിടത്തും, എല്ലാവരും എൻ്റെ മിനിസ്ട്രിയിൽ എല്ലാവരും പ്രാർത്ഥിച്ച അല്പം സമയം. അപ്പോഴത്തേക്ക് അന്ന പ്രൈസി വന്നൊരു വർഷിപ്പ് സോങ് പാടും. പ്ലീസ് യു ക്യാൻ കം ഫോർവേഡ് അന്ന മോൾ പ്ലീസ്. എല്ലാവരും പ്രാർത്ഥിച്ച. താങ്ക് യു ജീസസ്. ഓ റഖബാബാന ഷംദൽ ഖബ. അന്ന മോളുണ്ടോ? യു വെൽക്കം. ഒരു വർഷിപ്പ് സോങ് പാടിയാലും. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എല്ലാവരും പ്രാർത്ഥിച്ചാൽ, ദൈവസ്ഥനെ പ്രാർത്ഥിച്ചാൽ, എല്ലാവരും പ്രാർത്ഥിച്ചാൽ. ഹോളി ഗോസ്റ്റ്, ഹോളി ഗോസ്റ്റ്, ഹോളി ഗോസ്റ്റ്, ഹോളി ഗോസ്റ്റ്, ഹോളി ഗോസ്റ്റ്. ടച്ച് എവരി വൺ, ടച്ച് എവരി വൺ, ടച്ച് എവരി വൺ, ടച്ച് എവരി വൺ. ഓറഖമാന ശംബൽ ഖബന ഹസ്തിനി. ജീസസ്, 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 ജീസസ്. ആനുണ്ടോ? ലൈനിലുണ്ടോ? ആൻഡ് പ്രൈസി ഉണ്ടോ? എന്നോട് പാടാന്ന് പറഞ്ഞിരുന്നല്ലോ. ആൻഡ് പ്രൈസി ഉണ്ടോ ലൈനിൽ? I worship you Jesus. We give you all glory, honor. Hallelujah. Thank you Jesus. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ഈ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതിനകത്ത് ഒരുപാട് ആവശ്യങ്ങളായിട്ടിരിക്കുന്നവരുണ്ട് കർത്താവേ. ഈ കറുത്ത ഷാളിട്ടിരിക്കുന്ന സൗകര്യോട് ദൈവം സംസാരിക്കും. KM മാത്യു എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അല്ല, ജോർജ് കുര്യൻ എന്ന സഹോദരി. ആ സഹോദരി ദൈവാത്മാവ് സംസാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാം. അതുകൊണ്ട് അത്യാവശ്യം എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ മ്യൂട്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ പറയാമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം.